ഹല്ലേലൂയ. ഇനിയുള്ള ഈ വർഷം അവൻ്റെ ആ വചനത്തിൽ നമ്മൾ വേരൂന്നി വളരുവേണ്ടതിന് തക്കവണ്ണം നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. നമുക്കൊന്നിച്ച് ചേർന്ന് ആ നല്ലവനും വല്ലഭനുമായ ദൈവത്തിൻ്റെ നാമത്തെ അല്പനേരം ഒന്ന് ആരാധിച്ച് സ്തുതിക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ താങ്ങി വഴി നടത്തിയവനായ ദൈവത്തെ, അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് അവൻ്റെ അത്ഭുത നാമത്തെ നമുക്കൊന്നിച്ച് Hallelujah, Lord, we praise you, Jesus. We praise you, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. കർത്താവേ, തിരുകരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ കർത്താവേ തിരുസന്നിധിയിൽ കർത്താവ് ഞങ്ങളുടെ വചനം കർത്താവെ പഠിക്കുവാനായി, വചനത്തിൽ നിന്ന് കേൾക്കുവാനായി, ശ്രവിക്കുവാനായി കർത്താവെ തിരുസന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവെ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം കർത്താവെ അങ്ങയുടെ ആ സന്നിധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവെ ലോകത്തിൻ്റെതായിട്ടുള്ള പല ചിന്തകൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളുണ്ട് കർത്താവ്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, നല്ലവനും വല്ലഭനുമായ ദൈവത്തിൻ്റെ അത്ഭുത നാമത്തെ അല്പനേരം നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ്റെ ആ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. പ്രേമഗീതമാ എൻ പ്രേമഗീതമാ എന്നേശുനാഥനീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. അതേ കർത്താവേ, എൻ ആരാധന 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 ആരാധന. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ വേറൊരു ദൈവം പോലെ യേശുവേ. സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.
അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, ഹല്ലേലൂയ. അങ്ങേ ഞാൻ ചാരുന്നു ഞാൻ. സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആമേൻ. ആരാധന. Yes, Lord. Hallelujah. ആരാധന. അങ്ങേ പോലെ ഞങ്ങൾ വേറൊരു ദൈവത്തെ കണ്ടിട്ടില്ല യേശുവേ. അങ്ങയുടെ ആ സ്നേഹത്തിന്റെ നിറവിൽ സകല മഹത്വം എന്റെ യേശുവിലേക്ക് ഒന്ന് കരയറ്റിയാട്ടെ. തുല്യം ചൊല്ലാൻ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറുന്നു ഞാൻ. ജീവനേ, Hallelujah. Yes, Lord. അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന. ഓ ആരാധന, ആരാധന. ആരാധന. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ, Hallelujah, Lord. പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന. ഓ ആരാധന. സകല സ്തുതികളും സകല മഹത്വവും സകല പുകഴ്ചയും സ്വീകരിക്കാൻ യോഗ്യനായൊരു ദൈവം അതിന്റെ യേശു മാത്രം. ആരാധന. ഹുറബശിഖിരിദി. ആരാധന, ഹല്ലേലൂയ. ആരാധന, എന്റെ സംഗീതവും ബലവും, ആരാധന, എന്റെ സംഗീതവും ബലവും, ഏറ്റവും അടുത്ത തുണയും, എന്റെ സംഗീതവും ബലവും, ഏറ്റവും അടുത്ത തുണ
ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ്റെ യേശു മാത്രം. ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ഹല്ലേലൂയ. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്ക് എന്റെ യേശു തുണയായി ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. എനിക്കെന്നും എൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും
എല്ലാ ഭാരങ്ങളും ചുമക്കും. യെസ്. എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും. എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ. ആ ദൈവം എന്റെ സങ്കേതമായതിനാൽ എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും Yes, Lord. എനിക്കെന്നും എൻ We praise you, Jesus. Hallelujah, hallelujah. നാം ഇപ്പോൾ പാടിയതുപോലെ തന്നെ എല്ലാ ഭാരങ്ങളെയും വഹിക്കുവാൻ മതിയായൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ 2023 വർഷം കഴിഞ്ഞ് 24ലേക്ക് നാം കടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളെല്ലാം വഹിച്ച് നമ്മളെ ഒന്ന് സ്വസ്ഥമാക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫ്രീ ആക്കുവാൻ മതിയായൊരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അത്ഭുത നാമത്തെയാണ് നാം വാഴ്ത്തുന്നത്. ഹല്ലേലൂയ. എൻ്റെ സങ്കേതമായ ദൈവം, എൻ്റെ ബലമായ ദൈവം, ആ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഹല്ലേലൂയ ആ സകല മഹത്വവും എൻ്റെ യേശുവിലേക്ക് കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള ഓട്ടം ആ സ്വർഗത്തിൻ്റെ ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ കർത്താവെ ആ വിളി അനുസരിച്ച് കർത്താവെ മുമ്പോട്ട് ഓടുവാൻ കർത്താവെ ഞങ്ങളൊരു ഭാരത്താലും കർത്താവെ ഞങ്ങൾ തളർന്നു പോവാതെ കർത്താവെ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി കർത്താവെ ഓടുവാൻ ഈ ഒരു വർഷം പുതുവർഷം കർത്താവെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി കരയേറ്റുന്ന യേശുവേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
യെസ് ലോർഡ്. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും സ്തുതിച്ചുയരും. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. 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 നിർബന്ധമായും ബൈബിൾ സ്റ്റഡിക്ക് വന്നേ മതിയാവുമെന്ന് മറന്നുപോയി. കഴിഞ്ഞ സൺഡേ തീർക്കാനുള്ള തന്ത്രപ്പാടിൽ അത് ഞാൻ മറന്നുപോയി. ഈ സൺഡേ പ്രത്യേകിച്ച് ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേക മുടങ്ങാതെ ബൈബിൾ ക്ലാസ്സിൽ വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. വേറൊന്നും കൊണ്ടില്ല,
ഒരേ ഉപദേശവും ഒരേ പ്രത്യാശയും ഒരേ വിശ്വാസമാണെങ്കിൽ ആക്കം കൂടും ഓടാനായിട്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ സിറ്റി പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. അവിടെ അറിയപ്പെടുന്ന ആൾക്കാർ വന്ന് പ്രസംഗിച്ചു. പക്ഷെ തുടർന്ന് വന്ന ആൾക്കാരൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ വരുന്നു. അവിടെയൊക്കെ എല്ലാം വ്യത്യസ്തമായ സംഘടനയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ചെറിയ നമുക്ക് ആ വാക്കുകളെ തൂക്കി നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ രസക്കുറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു ഐക്യതയില്ലായ്മയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരേ ഉപദേശം, ഒരേ പ്രത്യാശ, ഒരേ എന്താ പറയുക ലക്ഷ്യമൊക്കെ ആവുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ലവണ്ണം ഓടാൻ കഴിയും. ദൈവത്തിന് ഒരുപാട് ഫലം കൊടുക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. സൺഡേ നമ്മൾ അനൗൺസ് ചെയ്യും. പ്രത്യേകിച്ച് ബൈബിളില്ലാതെ ഇനി ബൈബിളും പ്രത്യേകിച്ച് എല്ലാം ബൈബിളും കൊണ്ട് വരണം നമ്മൾ എല്ലാവരും. അതും പ്രത്യേകിച്ച് സൺഡേ മുതൽ അനൗൺസ് ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്നതാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പണ്ടേ ഓർമ്മിപ്പിച്ച ആൾക്കാരാണ് നമ്മളല്ല. എനിക്ക് ഓർമ്മക്കുറവുള്ള ആൾക്കാരാണ്. ഓക്കെ, നിത്യത മുതൽ നിത്യത വരെ നമ്മളൊരു നിമിഷം നമ്മൾ കണ്ണടക്കാൻ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണട പിടിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയാം. മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഏതു മനുഷ്യനെ ജീവനിലേക്കും നിത്യമായ നാശത്തിലേക്കും കടത്തിവിടാൻ കഴിവുള്ള ന്യായവിധിയുടെ ഘനമുള്ള കർത്താവെ ആ വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് ഈ രാത്രിയിൽ ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചത് ആ നിത്യത മുതൽ നിത്യത വരെ എന്ന മനോഹരമായ ആ ഹൃദയത്തിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ രഹസ്യങ്ങളെ വീണ്ടും കർത്താവെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. കർത്താവെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ എല്ലാ വ്യക്തികളെയും ഞങ്ങളെ തന്നെ ഏർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാരത്താൽ ജോലിയിൽ, ബിസിനസ്സിൽ എല്ലായിടത്തും കർത്താവെ ഞങ്ങളുടെ ഹൃദയം പറ്റിച്ചേർന്ന് പലപ്പോഴും പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവെ ഏകാഗ്ര ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവെ നിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി നിയന്ത്രിക്കുന്ന ദൈവ സാന്നിധ്യം കർത്താവ് ഈ നിമിഷമാകുന്ന ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും ഈ നിമിഷം മുതൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ശാന്തമാക്കി, നല്ല നിലമാക്കി, മാറ്റമില്ലാത്ത ജീവനുള്ള സത്യവചനം നല്ല ഹൃദയത്തിൽ നിലത്തിൽ വീഴാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കി കൃപക്കായി സ്തോത്രം ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിട്ടേക്കാം. ഈ ഭൂമിക്കകത്ത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് നടക്കുക അല്ലേ? നമ്മൾ ഒട്ടനവധി ക്ലാസ് കഴിഞ്ഞാണ്, ഒട്ടനവധി ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ തീരാൻ പോകുകയാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ഈ ഭൂമിക്കകത്ത് ദൈവത്തിന് പ്രൊജക്റ്റ് ഉണ്ട്. മറന്നു പോകരുത്, ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നം തോന്നി അല്ലേ? ഏകനായ വാക്ക് ശ്രദ്ധിക്കണം, ഏകനായ ദൈവത്തിന്. അപ്പോൾ നമുക്ക് ത്രിയേകത്വമൊക്കെ ഓടി വന്നേക്കാം, എന്തുമാകട്ടെ. ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം എന്താണെന്നറിയാമോ? അവനെപ്പോലെയുള്ള ഒരുപറ്റം പുത്രിപുത്രന്മാർ അവനോടുകൂടി സ്വർഗം പങ്കിടണം. ഇപ്പോൾ നമ്മൾ സൺഡേ പഠിക്കുന്നതിൻ്റെ ഊത്തി പറഞ്ഞാൽ അവനോടുകൂടി സിംഹാസനം പങ്കിടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ വെളിപ്പാടിൽ നിങ്ങൾ മാറണം. എങ്കിലേ നമ്മുടെ ഈ ജീവിതം വിശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഈ ആത്മീയ പോരാട്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങൾ ഈ രാത്രി പ്രെയർ റൈഡുകൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ ഞങ്ങൾ പേരിട്ടത്. സത്യത്തിൽ അത് പേര് കൊള്ളത്തില്ല. പേര് ഉള്ള കാര്യം പറയാമല്ലോ. രാത്രിയൊക്കെ ഞങ്ങൾ ആമ്പല്ലൂരും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അതിൻ്റെ ആൾക്കാർ അല്ലേ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ രാത്രി പോയി അമ്പലങ്ങളുടെ മുമ്പിലും ഒക്കെ ഞങ്ങൾ പോയി, പള്ളികൾ ശവപ്പറമ്പിലൊക്കെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ആത്മീയ യുദ്ധമായിട്ട് ഞങ്ങൾക്ക് തോന്നിയേക്കാം. ഒരല്പം മാത്രമേ അതവിടെയുള്ളൂ. കാരണം ആത്മീയ യുദ്ധം യഥാർത്ഥമായി സംഭവിക്കുന്നത് ഇതിനകത്താണ് യഥാർത്ഥ ആത്മീയുദ്ധം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആഴമായി ക്ലാസ് പിന്നീട് വരും. നിങ്ങൾക്ക് യഥാർത്ഥമായ നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വരുന്ന നാളുകളിൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിന് ഒരുപറ്റം പുത്രിപുത്രന്മാർ ആവശ്യമാണ്. ആ ഒരു വെളിപ്പാടുകൂടി തന്നെയാണ് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ആരംഭിച്ചത് അല്ലേ? ദൈവം 7000 വർഷത്തെ ഒരു പ്രൊജക്റ്റ് ഈ കാണുന്ന ഭൂമിക്കകത്ത് 5 ഭൂമിയെക്കുറിച്ച് പഠിച്ചായിരുന്നു നമ്മൾ. ഈ കാണുന്ന ഭൂമിക്കകത്ത് അതിൻ്റെ ആയുസ് 7000 വർഷം മാത്രമാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ വിടുകയാണ്. ദൈവം ആദി എന്നും പറഞ്ഞ് അന്തമെന്നും പറഞ്ഞ് ബൈബിൾ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദിക്ക് മുമ്പ് അനാദിയും അന്തത്തിനപ്പുറം ഒരു അനന്തതയുമുണ്ട്. എന്നെയും നിങ്ങളെയും അങ്ങോട്ട് ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്. ദൈവം നമ്മളെ അനാദിയിലല്ല സൃഷ്ടിച്ചത്, നമ്മളെ സമയത്തിനകത്താണ് ദൈവം സൃഷ്ടിച്ചത്. ആണല്ലോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, അത് വേറെ കാര്യം അല്ലേ? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സമയത്തിനകത്താണ്. നിത്യതയെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിത്യതയാണ്.
രണ്ടാക്കി മുറിച്ചുകൊണ്ട് അതിനകത്ത് ഈ കാണുന്ന ഭൂമിക്ക് 7000 വർഷം മാത്രം ആയുസ് കൊടുത്തുകൊണ്ട് സമയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്ലോക്ക് ഓടാൻ തുടങ്ങി അല്ലേ? നമ്മുടെ ക്ലോക്ക് ഓടാൻ വെളിച്ചമുണ്ടാകട്ടെ, സമയം വന്നു, കർത്താവിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഈ വചനം വന്നു, ആദ്യമായി വചനം ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്നതാണ്. ഹല്ലേലൂയ. 1-2 വാക്യം കഴിഞ്ഞ് 3-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 1:3 പറയുന്നു. ആദ്യത്തെ വാക്കെന്താ? ഉൽപ്പത്തി 1:1 ആകാശം ദൈവാദി, 2 വാഴ ശൂന്യമായിരുന്നു. അടുത്ത വാക്യം എന്താ? ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ. മറന്നു പോകരുത്. 4-ാം ദിവസമാണ് ദൈവം ചെറിയ വെളിച്ചങ്ങളെയും വലിയ വെളിച്ചങ്ങളെയൊക്കെ ഉണ്ടാക്കിയത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി 7 days പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്കുണ്ട്, പിന്നീട് എപ്പോഴും പഠിക്കാം. 7 days പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി. 7 ദിവസം അത് നീണ്ടൊരു 7000 വർഷത്തെ പ്രൊജക്റ്റാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴും സമയം കിട്ടുന്ന പോലെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വചനം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഗ്രഹിച്ചോ നിങ്ങൾ? നമ്മുടെ വാക്യം കണ്ട അവിടെ ഉണ്ടായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വചനം വന്നു ആദിയിൽ അല്ലേ? യോഹന്നാൻ 1-ാം അധ്യായത്തിലും അവർ വെളിച്ചം കടന്നു വരികയായിരുന്നു. ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു വെളിച്ചം. സമയം കടന്നു വരികയായിരുന്നു ഭൂമിയിലേക്ക്. ഓക്കെ, അവിടെ മുതൽ ആദി ആരംഭിക്കുക അല്ലേ? നമ്മളപ്പോൾ സമയത്തിനകത്താണ് ഞാനും നിങ്ങളും ജനിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇനിയുള്ള ജീവിതം സമയത്തിനപ്പുറമുള്ള ജീവിതമാണ്. മറന്നു പോകരുത്. അത് ജാതികൾക്കാണെങ്കിലും സമയത്തിനപ്പുറമുള്ള ജീവിതമുണ്ട്. ആണോ ഇല്ലയോ? ജാതികൾക്ക്, രക്ഷിക്കപ്പെടാത്തവർക്ക്, അവർക്കും ജീവിതമുണ്ട്. അവർക്കും സമയത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എവിടെയത്? നരകത്തിൽ. അതും നിത്യതയാണ്. നിത്യത എന്ന് പറയുമ്പോൾ 2 നിത്യതയുണ്ട്. നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ വസിക്കുന്നതും അല്ലേ? മനുഷ്യ സുഖേ ജീവൻ പ്രാപിച്ചുകൊണ്ട് നരകത്തിൽ വസിക്കുന്നത്. രണ്ടൊക്കെ തന്നെയാണ്. 2 നിത്യത തന്നെയാണ്. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സമയത്തിനകത്താണ്. ഞാൻ എൻ്റെ പ്രായം അറിയാൻ വേണ്ടി വേണ്ട, 1972 ജനിച്ചു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. 72 ജനിച്ചപ്പോൾ ഞാൻ ഈ സമയത്തിനകത്താണ് ജനിച്ചത്. ഈ ഭൂമിക്കകത്ത്, സമയത്തിനകത്ത്. ഇതിന് ഒരു പരിമിതിയുണ്ട്. 7000 വർഷം കഴിഞ്ഞ സമയം കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമ്മൾ ആഴത്തിലേക്ക് പഠിച്ചാൽ ഇതൊന്നുമല്ല. ദൈവം എന്നെ കണ്ടതും സൃഷ്ടിച്ചതും ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത്, ആ പ്രൊജക്റ്റിനകത്ത് ക്രിസ്തുവിനെ ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദിജാതനായ ക്രിസ്തു ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവൻ വെളിപ്പെടുമ്പോൾ, അന്ന് മുതലേ ഞാനും നിങ്ങളുമുണ്ട് അവിടെ. മറന്നു പോകരുത്. ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കാൻ കഴിയും. പക്ഷേ ഇപ്പം നമുക്കറിയാം, ദൈവം ഈ ആദിക്ക് മുമ്പ് അനാദിയുമുണ്ട്, അന്തത്തിനപ്പുറം എന്നുണ്ട്, അനന്തതയും ഉണ്ട്. അതിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. ഓക്കെ, 2 നിത്യതയുണ്ട്. മറന്നു പോകരുത്. എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ്സും എവർലാസ്റ്റിംഗ് ലൈറ്റും. ഇത് നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാം. പെന്തക്കോസ്തുകാരായ നമ്മുടെ മുമ്പിൽ 2 ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ മുമ്പിൽ 2 കാര്യം ദൈവം വെച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ആളുകൾ ആഴമായി നമ്മൾ പഠിക്കും. ഏത് മനുഷ്യന്റെ മുമ്പിൽ, ആദത്തിന്റെ മുമ്പിലും 2 കാര്യം വെച്ചു. മനസാക്ഷി യുഗത്തിലും 2 കാര്യം വെച്ചു. ന്യായപ്രമാണ യുഗത്തിൽ 2 കാര്യങ്ങൾ വെച്ചു അല്ലേ? ഇപ്പോൾ കൃപായുഗത്തിൽ 2 കാര്യം വെച്ചു. ഇനി വരാൻ പോകുന്ന 7 വർഷ പീഡനകാലത്തിൽ 3.5 വർഷത്തിന്റെ പകുതിയിലും 2ാമത്തെ 3 വർഷ പകുതിയിലും ദൈവം മനുഷ്യന് 2 കാര്യം വെക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ് വരുന്ന 1000 വർഷക്കാലം, 1000 ആണ്ടിൽ പോലും മനുഷ്യന്റെ മുമ്പിൽ 2 കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കും. ജീവനും മരണവും. ഒറ്റവാക്കി പറയാം, ജീവനും മരണവും അല്ലേ? ഇപ്പോൾ ജഡവും ആത്മാവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മളെ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എത്ര ദൈവകൃപയിൽ എന്ന് പറഞ്ഞാലും, എത്ര ഭൂതങ്ങളെ പുറത്താക്കി അല്ലേ വൻ കാര്യങ്ങൾ ചെയ്താൽ പോലും നരകം മാത്രമേ നമുക്കുള്ളൂ. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ കണ്ടിന്യൂസ് ടെൻസ് ആണത്. അത് തുടർമാനമായി ചെയ്താൽ അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ജഡത്തിൻ്റെ പുറകെ പോയാൽ നമ്മൾ പാപത്തിന് ദാസന്മാരായി തീരും. ഞാൻ വിടുകയാണ്. അപ്പോൾ ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവന് ഒരുപറ്റം പുത്രിപുത്രന്മാർ സ്വർഗത്തിലേക്ക് വേണം. മറന്നു പോകരുത്. സ്വർഗം ഒട്ടും വിദൂരമല്ല, കയ്യെത്തു ദൂരത്താണ് നമ്മുടേത്. നാവിൽ തുമ്പിലിരിക്കുക, നമ്മുടെ ചിന്തയിലിരിക്കുക. അശുദ്ധിയുടെയും വിശുദ്ധിയുടെയും ആരംഭം ചിന്തയിലാണ്. സ്വർഗവും നരകത്തിൻ്റെയും ആരംഭം ചിന്തയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? മരണവും ജീവന്റെയും ആരംഭം ചിന്തയിലാണ്. നമ്മൾ തോട്ട് ലൈഫ് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് എടുത്തു. തോട്ട് ലൈഫ് നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. അതിനെക്കുറിച്ചൊക്കെ അവിടെ മുതൽ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ വർഷമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഒന്നും വേണ്ടിയില്ല നിങ്ങളെ. അപ്പൊ എന്തുമാകട്ടെ, സ്വർഗീയ കുടുംബത്തിലേക്ക് ദൈവം ഒരുപറ്റ പുത്രിപുത്രന്മാരെ ക്ഷണിക്കുകയാണ്. ദൈവം സ്നേഹവാനാണ്. പക്ഷേ സ്നേഹവാനായ ദൈവത്തിന് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കുമ്പോഴേ സ്നേഹത്തിന് വിലയുള്ളൂ.
ഞാൻ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്നില്ലെങ്കിൽ അയാൾ എന്താ വർക്കട പുഷ്ടിക്കാരൻ, എന്താ പറയില്ലേ, കടുകെട്ടുകാരൻ നിൽക്കുന്ന മക്കളും ഭാര്യയും പറഞ്ഞേക്കാം. അതിനർത്ഥം എന്താ? എൻ്റെ സ്നേഹം കൊടുക്കേണ്ടതാ, മറ്റുള്ള അനുഭവിക്കേണ്ടതാ. അനുഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ അവർക്ക് വേണ്ടിയല്ലേ, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ രാവും പകലും അധ്വാനിക്കുന്നതൊക്കെ മിക്കവാറും എല്ലാ ഭർത്താക്കാരും മനും പറയും. ഇവിടെ ഇരിക്കുന്നവരല്ല, പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ. ഞങ്ങൾ രാവും പകലും അധ്വാനിക്കുന്ന അവർക്ക് വേണ്ടിയല്ലേ, എന്നെ മനസ്സിലാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും ക്രിസ്ത്യ ജീവിതത്തിൽ വില പോകത്തില്ല. നമ്മൾ പ്രദർശിപ്പിക്കണം നമ്മുടെ ജീവിതം. അതാണ് ക്രിസ്തു ദൈവം പ്രദർശിപ്പിച്ചതാണ് കണ്ടത്. എന്തുമാകട്ടെ വിടുകയാണ്. അപ്പോൾ സ്വർഗീയ കുടുംബത്തിലേക്ക് ഒരുപറ്റ പുത്രിപുത്രന്മാർ വേണം. ദൈവം അതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആദ്യമായി സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്. എന്തിനു വേണ്ടി ദൂതന്മാരെ സൃഷ്ടിച്ചത്? മനുഷ്യർക്കും മാത്രം പോരാ, പിന്നെ ദൈവത്തിനും മനുഷ്യർക്കും സേവ ചെയ്യാൻ, നമ്മെ സേവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്. ഒട്ടനവധി ദൂതന്മാരുണ്ട്, ഓരോ ദൂതന്മാർക്ക് ജോലികളുണ്ട്. ഇപ്പോഴും ബന്ധിക്കപ്പെട്ട് അഗാധ കൂപത്തിൽ കിടക്കുന്ന ദൂതന്മാരുമുണ്ട്. വീണുപോയ ദൂതന്മാരെ കുറിച്ചൊക്കെ ഉണ്ട്. ഏഴ് ദൂതന്മാരുണ്ട് ഇല്ലേ. ഒരുപാട് ദൂതന്മാരെ കുറിച്ചുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ക്ലാസ്സിൽ എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഡോക്ടറേറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ പഠിക്കാം. ഒന്നും വേണ്ടിയില്ല, തൽക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരുപാട് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അതെല്ലാം മനുഷ്യർക്ക് ദൈവത്തിന് വേണ്ടി സേവ ചെയ്യാൻ വേണ്ടി നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ ദൈവം സൃഷ്ടിച്ചു അല്ലേ. അത് ദൈവം മാനവരാശിയോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രദർശനമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തെ കണ്ണൂർ നോക്കാൻ പറഞ്ഞു അബ്രഹാമിനോട് അല്ലേ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ. മറ്റേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ പരിപാടിയല്ല. എണ്ണാമെങ്കിൽ അങ്ങനത്തെ അല്ല, ഇത് ഒറിജിനൽ എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കും നിന്റെ മക്കളുടെ കർത്താവ് പറഞ്ഞു. ഇന്നും അതിൻ്റെ അടുക്കൽ പോലും എത്തിയിട്ടില്ല നമ്മൾ. അതിനേക്കാൾ എത്രയോ അത്രയും മഹാനായ ഭയങ്കരമായ ദൈവമാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ഒരു ദിവസം അല്ല, ഇന്ന് തന്നെ നമ്മൾ അപ്പാന്ന് വിളിച്ച് ആ ദൈവത്തെ പഠിക്കുക നമ്മൾ അല്ലേ. അപ്പാന്ന് വിളിച്ച് നമ്മുടെ നാവുകൾ വളച്ചെടുക്കുക. നമ്മൾ പലപ്പോഴും വിളിക്കാൻ പറ്റില്ല, നമുക്കറിയാം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിളിക്കാൻ പോലും പറ്റത്തില്ല. ഏഴയെ നോക്കണമേ, പുഴുവിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മളിന്ന് ചെയ്യുന്നത് കാരണം പറ്റുന്നില്ല. പക്ഷേ നമ്മൾ നാവുകൾ വളച്ച് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു പഠിക്കുക. നമ്മൾ പഠിക്കണം, നമ്മൾ വിളിച്ച് നാവ് വളക്കണം. നമ്മൾ ഏഴയാണ്, പുഴുവാണ്, 6 അടി 5 അടിയൊക്കെ പുഴുക്കളൊക്കെ എനിക്കറിയില്ല. സഭക്കകത്താ മുഴുവൻ പുഴുക്കൾ. 5 അടിയിലുള്ള പുഴുക്കൾ, 6 അടിയിലുള്ള പുഴുക്കൾ സഭക്കകത്താ. പക്ഷെ ദൈവം നമ്മളെ കാണുന്നത് അവൻ്റെ മക്കളായിട്ടാണ്. നാവ് അബ്ബാ പിതാവേ. യഹൂദന്മാരുടെ കുട്ടികൾ അബ്ബാ എന്ന് വിളിച്ചു പഠിക്കും. നാവ് കൊണ്ട് കുഞ്ഞുങ്ങൾ അബ്ബാ എന്ന് വിളിച്ചു പഠിക്കും. അതാണ് ബൈബിൾ എഴുതിച്ച വാക്ക്. അതിനർത്ഥം അതാണ്. അതുപോലെ നമ്മൾ പഠിക്കുക, നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ചു പഠിക്കുക നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി അതിനിടയിൽ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു നമ്മൾ കണ്ടു. അതിനുശേഷം ആ പുരാതന ഭൂമിയിൽ, 5 ഭൂമിയിലെ ആദ്യത്തെ പുരാതന ഭൂമിയിൽ ദൈവം എവിടേക്ക് യാത്ര ചെയ്യുന്നുവോ അവിടേക്ക് അവൻ്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ്റെ പേര് കെരൂബ്. ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മിഖായേലും ഗബ്രിയേലൊക്കെ അവനേക്കാൾ താഴെയാ. അതുകൊണ്ട് ലേഖനിൽ പറയുന്നത് ഞങ്ങൾ അവനെ ശാസിക്കാതെ വിട്ടു. കാരണം മിഖായേലിന് പോലും ശാസിക്കാനുള്ള അനുവാദമില്ല, അവനെ ഒരിക്കലും കൊടുത്തിട്ട്. കാരണം അത്രയ്ക്കും ഉന്നതാണിവൻ. ഇന്നല്ല, അന്നത്തെ കാര്യം പറയുക. അത്രയ്ക്കും ഉന്നത. ഇന്നും ദൈവം അനുവദിക്കാതെ ഇവനെ എടാ പോടാന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവല്ലോ. നിങ്ങൾക്ക് എന്താ പറയുക, അഭിഷിക്തന്മാരെ കുറിച്ച് ചേർത്ത് വെച്ച് പിടുത്തം കിട്ടും. അപ്പോൾ എന്തുവാകട്ടെ, ദൈവം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ ഇവൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അവനെ ചിറക് വിടർത്തിയാൽ കീബോർഡും വേണ്ട, ഗിറ്റാറും വേണ്ട, ഡ്രംസും വേണ്ട, നമ്മുടെ പിള്ളേർക്ക് പണിയില്ലാണ്ടാവും അല്ലേ. അത് വിടർത്തിയാൽ മതി, എല്ലാ നാദങ്ങളും ഒരുപോലെ ഒഴുകി ഇറങ്ങി വരും. ഹല്ലേലൂയ. പക്ഷേ അവൻ അത്രയും ഭയങ്കരനായവൻ വീണ് പോയിരിക്കുക ഭൂമിയിലേക്ക് അല്ലേ. അവൻ വീണ്. അവൻ മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാരിൽ 1/3 ഭാഗം 33.3% ദൂതന്മാർ അവനോടുകൂടെ വീണുപോയി. 1/3 ഭാഗം 33 കോടി ദൂതന്മാർ അവനോടുകൂടെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വീണുപോയി. അവരാണ് ഭൂമിയിലെ പിശാചുക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അവർക്ക് വേണ്ടിയാണ് ദൈവം നരകം സൃഷ്ടിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു അല്ലേ. 5 തരം ഭൂമിയെക്കുറിച്ചും നമ്മൾ കണ്ടു. 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. 7000 വർഷത്തെ പ്രൊജക്റ്റാണ് ഈ ഭൂമിക്കകത്ത് അല്ലേ. ആണല്ലോ. ദൈവം നമ്മെ അവൻ്റെ മക്കളാക്കി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പണിതുകൊണ്ടിരിക്കുക. ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. ഗലാത്യർ 1:3, എഫേസ്യർ 1:3 3-4 പഠിക്കുമ്പോൾ ഒറ്റ വാക്യമാണ് ഇതിൻ്റെയൊക്കെ വെളിപ്പാട് വന്ന് അവസാനിക്കുന്നത്. യൂദായുടെ ലേഖനം, ഈ യൂദക്കൊരു അധ്യായമുള്ളൂ, ആ അധ്യായം 25-ാം വാക്യത്തിലാണ് അല്ലേ. അവൻ നമ്മളെ അവൻ്റെ സന്നിധിയിൽ നിർമ്മലമാക്കി നിർത്തിയിരിക്കുന്നു. വാക്യം വായിച്ചിട്ടുണ്ടോ? ഏറ്റവും അധികമായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വാക്യമാണ്.
ദൈവം നമ്മെ 24 25 വാക്യം, എത്ര വാക്യം അത്? യൂദ വേണ്ട, എടുക്കണം, എഴുതില്ല. യൂദ 24 25 വാക്യം. ദൈവം നമ്മളെ നിർമ്മലന്മാരാക്കി വിശുദ്ധന്മാരാക്കി ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നു. അതാണ് നമുക്ക് ഉറപ്പ്. എങ്ങനെ കൂടെ ഇല്ലേ? ഉണ്ടെങ്കിൽ വായിച്ചോ, എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുക. എന്നാൽ വല്ല വായിച്ചിട്ട് പോവാം. ഈ ലേഖനങ്ങളുടെ മുഴുവനും ആറ്റവാക്യത്തിൽ അവസാനിക്കുക. ദൈവം നമ്മെ വിളിച്ചവൻ നമ്മെ അവൻ്റെ മുമ്പിൽ കളങ്കമില്ലാത്തവനായി നിർത്തുമെന്ന് വാഗ്ദത്തം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആ വാക്കുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ നിൽക്കുന്നത്. കുറവുകളേ ഉള്ളൂ, പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാ പണിയും. അലക്സാണ്ടർ പറഞ്ഞ പോലെ, അന്ന് അലക്സാണ്ടർ പറഞ്ഞ പോലെ, ആ അലക്കലയിലിട്ട് അലക്കിയാലേ ഞാൻ വെളുക്കുമെങ്കിൽ, നിങ്ങളില്ല കേട്ടില്ലല്ലേ? ആ ഒരു പാസ്റ്ററിന്റെ കഥ പറഞ്ഞതാ. നമ്മളെയൊക്കെ പണിയുവാൻ ചില ഭാര്യമാരെയും മക്കളെയൊക്കെ അങ്ങനെ വെച്ചിരിക്കുക. അവരങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ആകുന്നത്. അതുമേട്ട് അലക്കിയാലേ വെളുക്കുള്ളൂ. നമുക്ക് പിന്നെ അതുപോലെ വേറെ കല്ലന്വേഷിച്ച് അടക്കുക നമ്മൾ, ഇല്ലേ? അത് എത്ര അത് നല്ല രസമാണ്. അതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ദൈവം പണിയുന്ന പണിയൊക്കെ ഓർത്താൽ നമുക്ക് കൂടെ നിന്ന് കൊടുത്താൽ മതി. അവൻ നല്ലോണം പണിതോളും നമ്മളെയൊക്കെ. അപ്പോൾ മറന്നു പോകരുത്. 1000 വർഷത്തെ ദൈവീയ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം എന്നിട്ട് അതിനുശേഷമാണ്, ഭൂമിയെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ദൈവം ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അല്ലേ? ഇന്ന് ഒട്ടനവധി ഇപ്പം നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പോകുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, കുരങ്ങന്മാരിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഹിന്ദുക്കളും മറ്റേത് ജാതിക്കാരാണെങ്കിൽ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ടോപ്പിക് റെക്കോർഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്. കാരണം അവർ പറയുന്നു കുരങ്ങന്മാരിൽ നിന്ന് രൂപാന്തരം സംഭവിച്ച് മനുഷ്യനുണ്ടാകുന്നുവെങ്കിൽ ഒരു കാര്യം, അവർ ചെയ്യുന്ന അവരുടെ മതത്തിൻ്റെ മരണാന്തര ശുശ്രൂഷകൾ തെറ്റാണ്. അവർ മരണാന്തര ശുശ്രൂഷകൾ ചെയ്യുന്നത് മരണമില്ലാത്ത ആത്മാവിന് വേണ്ടിയാണ്. പരേതാത്മാവിനേകണമേ. അത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും പിന്നെ ആരൊക്കെയാ, ഹിന്ദു ആണെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ രൂപാന്തരം സംഭവിച്ച് കുരങ്ങന്മാർ രൂപാന്തരം സംഭവിച്ച് വന്നെന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും മരണാന്തര ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. കാരണം ആത്മാവില്ല. മൃഗങ്ങൾക്ക് എന്തില്ല? ആത്മാവില്ല. പിന്നെ കുരങ്ങന് രൂപാന്തരം സംഭവിച്ച് എങ്ങനെ മനുഷ്യനുണ്ടാകും? അവരുടെ മതത്തിൻ്റെ എല്ലാ അടിസ്ഥാനമൊക്കെ പൊളിച്ചെഴുതണം, വേണ്ടേ? അവർ മരണാന്തര ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവരറിയുന്നില്ല. അവർ പറയുന്നത് എന്താ? ഞങ്ങൾ കുരങ്ങിൽ നിന്ന് രൂപാന്തരം സംഭവിച്ചു. അപ്പോൾ അതുങ്ങൾക്ക് ആത്മാവില്ല. അവരാരും ഇന്നേ വരെ ഒരു പട്ടിയുടെയും പൂച്ചയുടെയും ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടി എല്ലാ വർഷം പോലും ബലിയിടുന്നില്ല. 40 ആണ്ട് ബലിയ ഒരു ബലിയും ചെയ്യുന്നില്ല. അപ്പൊ അവർക്കറിയാം മൃഗങ്ങൾക്ക് ആത്മാവില്ല. എന്തുകൊണ്ട് മനുഷ്യർക്ക് അവർ ചെയ്യുന്നു? അവർക്കറിയാം മനുഷ്യൻ്റെ അകത്ത് ആത്മാവുണ്ട്. അങ്ങനെയെങ്കിൽ അവർ പഠിച്ചത് തെറ്റാണെന്ന് അവർക്ക് ബോധം വരുന്നില്ല. എന്ന് പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്യാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ എന്താണെങ്കിലും നമ്മളും പഠിക്കുക. പറയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. അവരെ വെട്ടിമുറിക്കാൻ വേണ്ടിയില്ല, സ്നേഹത്തോടെ അവതരിപ്പിക്കുക. അവർക്ക് സുബോധം വരുത്തി കൊടുക്കുക. സുബോധം കിട്ടിയാൽ അവർ വിശ്വസിക്കും. അത് എന്തുമാകട്ടെ, ദൈവം ആദ്യമായി മനുഷ്യനെ പൊടികൊണ്ട്, മണ്ണ് കൊണ്ടല്ല പൊടികൊണ്ട് 92 എലമെന്റ്സ് അല്ലെങ്കിൽ 18 മേജർ എലമെന്റ്സ് കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് നാം കണ്ടായിരുന്നു. അവന് ആത്മദേഹി ദേഹമുണ്ടെന്ന് കണ്ടു. ആ മൂന്നിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി 3 വ്യത്യസ്തമായ ഫലങ്ങൾ വെച്ചു നമ്മൾ കണ്ടു. പക്ഷേ പാപനിമിത്തം മനുഷ്യൻ ദൈവത്തെ വിട്ട് പുറത്തുപോയി എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, മരണം സംഭവിച്ചു. അതിനുശേഷം ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ 3ആയി മാറിയെന്നും നമ്മൾ അല്പമായി ചിന്തിച്ചു. ഏകനായ ദൈവം എന്തിനാണ് 3ആയി മാറിയത്? ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പെന്തക്കോസ്തോളത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കുന്നത് പഠിക്കാൻ വേണ്ടി മുടക്കുന്ന ഒരു ടോപ്പിക്കാണ് തൃത്വം. ദൈവത്തിൻ്റെ ത്രിയേകത്വം, തൃത്വത്തെക്കുറിച്ച് ലോകത്തിൽ ഒട്ടനവധി പൈസ മുടക്കുന്ന ഒരു വലിയൊരു, പക്ഷേ നിങ്ങൾ വരുന്ന ആളുകളിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ തൃത്വം പഠിക്കും. ഏകനായ ദൈവം, പിശാചുക്കൾ പോലും വിറക്കുന്ന ദൈവം, ഏകനായ ദൈവം, എന്നെപ്പോലെ ഏകനായിരിക്കുന്ന ദൈവം. എനിക്ക് ആത്മദേഹി ദേഹം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഏകനായിരിക്കുന്ന എന്നെപ്പോലെ ഇരിക്കുന്ന ദൈവം, ഇല്ലേ? ആ ഏകനായ ദൈവം എന്തിനു വേണ്ടി 3ആയി മാറി? ആ ചോദ്യം, അതാണ് അത്രയേ ഉള്ളൂ ചോദ്യം ഇതിനകത്ത്. തലമുകയാൻ ഒന്നുമില്ല.
ഓക്കെ, ഞാൻ വിടുകയാണ്. നമ്മളതിനെക്കുറിച്ച് ഒറ്റ സെക്കൻഡിലോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പോലും നമ്മളെ പഠിച്ച് അവസാനിപ്പിക്കും. നമുക്ക് അതിന് പുറകെ നടന്ന സമയങ്ങളെ നമുക്കില്ല അതിൻ്റെ പുറകേക്ക്. എന്തുവാകട്ടെ, വിടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അന്ന് തന്നെ ദൈവം 3ആയി മാറി. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ പാപത്തിൽ വീണ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേറെ മാർഗമില്ല. ദൈവം തന്നെ 3ആയി മാറേണ്ടി വന്നു. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാണ്. യാഗമർപ്പിക്കാൻ ഒരു യാഗമൃഗം വേണം, യാഗമർപ്പിക്കാൻ ഒരു പുരോഹിതം വേണം, യാഗം സ്വീകരിപ്പാൻ ഒരു ദൈവം വേണം. ഏകനായ ദൈവം 3ആയി മാറി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ വിടുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആളിൽ കണ്ടു. ദൈവം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി വെച്ചു. പഴയ നിയമത്തിലെ എല്ലാ ഈ 5 മെയിൻ യാഗങ്ങൾ, അതിനെക്കുറിച്ച് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ നേരിയ മാവിൻ്റെയൊക്കെ യാഗങ്ങളെക്കുറിച്ച് പഠിച്ചാൽ എന്താണ് നേരിയ മാവിനെ കുറിച്ചൊക്കെ ആഴമായി നമ്മൾ എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ പഠിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. 5 മനോഹരമായ യാഗങ്ങളെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ്, എല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ആ ഓരോ പ്രമാണങ്ങൾ കൊടുക്കുമ്പോഴും അതെല്ലാം യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്തേ എല്ലാവരും മൗനം? ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്, സ്ലോ ആക്കാം. ഓക്കെ, നമ്മൾ കണ്ടു. അതുകൊണ്ട് പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം ക്രിസ്തുവിനെ വിരൽ ചൂണ്ടിയിരുന്നു. അങ്ങനെ അവസരം 4 ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 4000 വർഷം കഴിഞ്ഞ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ അതിനെ കണ്ടു. ഓക്കെ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒട്ടനവധി ഏതാണ്ട് 1000-ഓളം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് ഭാവിയെക്കുറിച്ച് പറയുന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നല്ലേ. അതിൽ 300-ഓളം പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കർത്താവ് ഭൂമിയിൽ പ്രത്യക്ഷനായി. അല്പമായി ചിന്തിച്ചത് നമ്മൾ. എന്നിട്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് മനുഷ്യ രക്ഷയ്ക്കായി വിളിച്ചു. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഏകനായ ദൈവത്തിൻ്റെ അന്ന് മുതലുള്ള പ്രൊജക്റ്റ് പഠിച്ച് ഇപ്പോൾ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു അല്ലേ. തുടർന്ന് 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ തന്റെ സഭ ആരംഭിച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കൃപായുഗമാണ്, അതിന് സമയപരിധിയില്ല. അതിലൂടെ കൃപായുഗം എന്ന് പറയാൻ കാരണം അഭിഷിക്തൻ ഛേദിക്കപ്പെടുമ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. അതിനിടയിലുള്ള സമയം അത് കൃപായുഗമാണ്. അത് ദൈവത്തിന് മാത്രമാണ്. പക്ഷേ പഠിക്കുന്നത് നമുക്കും അല്പമായിട്ട് അറിയാൻ കഴിയും. മറന്നു പോകണ്ട. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. ഇനി സഭയിൽ സംഭവിക്കാൻ പോകുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ എടുക്കപ്പെടല. സഭയിൽ നിന്നുള്ള വിശുദ്ധന്മാരെ എടുക്കപ്പെടൽ. സഭയല്ല, സഭയെന്ന് പറയുന്ന സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞ് അല്ലെങ്കിൽ വിശുദ്ധന്മാർ, ജയാളികൾ, മണവാട്ടി അല്ലെ, കാന്ത എന്ന് പറയുന്ന ജയജീവിതം ജയിച്ച് വിശുദ്ധന്മാര് അവരെ എടുക്കപ്പെടുന്ന ഒരൊറ്റ പ്രക്രിയ മാത്രമേ ഉള്ളൂ. ഇനി അത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? അത് ഇനി സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇവിടെ മുതലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒട്ടനവധി ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു ക്രോഡീകരിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തിട്ടല്ല, എല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടു കിടക്കുന്ന പുസ്തകത്തിൽ നിന്ന് എല്ലാ ഉപദേശങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തോണ്ട് പോകാൻ വരുന്നത്. അതിനുശേഷം ചേർത്ത് കഴിഞ്ഞാൽ ആകാശമണ്ഡലങ്ങളിൽ ഒരു യുദ്ധമുണ്ടാകും അല്ലേ. ഒരു സൈഡിൽ കൂടി കർത്താവ് തന്നെ വിശുദ്ധന്മാരെ ചേർത്തിട്ട് പോകും, മറു സൈഡിൽ ആകാശത്തിൽ എന്തുണ്ടാവും? നമ്മൾ പഠിച്ചത് അതിനെ കുറിച്ചൊക്കെ. എന്തുണ്ടാകും? യുദ്ധം സംഭവിക്കൂ. 33.33 ദൂതന്മാരെയും അല്ലേ പിശാചുക്കളെയും വെട്ടി താഴേക്ക് ഇടും. അവർ പിന്നെ ഭൂമിയിൽ 7 വർഷം ആ ഭൂമിയെ ഭരിക്കുവാൻ ദൈവം അവർക്ക് പൂർണ്ണ അധികാരം കൊടുക്കുകയാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ പോലും എല്ലാമല്ല, ആകാശത്ത് നിന്ന് തീയിറക്കുവാൻ അധികാരമുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പഴയ ഹിസ്റ്ററി മുഴുവനും പഠിച്ച അതാണുള്ളത്. അപ്പോൾ ആ അധികാരം പോലും പിശാചിന് കൈമാറാൻ പോവുകയാണ്. ജീവനെ കൊടുക്കാൻ, പ്രതിമക്ക് ജീവനെ കൊടുക്കുവാൻ അധികാരം ദൈവത്തിനേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജീവനെ കൊടുക്കുന്നുണ്ട്. റോബോട്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ പോലും ജീവനെ കൊടുക്കാനുള്ള സിസ്റ്റം പോലും ദൈവം ആർക്ക് കൊടുക്കുക? പിശാചിന് കൊടുക്കുക. എന്ന് മകനെ വിടുകയാണ്. അങ്ങനെ ആകാശത്തിൽ ഒരു യുദ്ധമുണ്ടാകും. ഒരു സൈഡിൽ കൂടി തൻ്റെ വിശുദ്ധന്മാർ എടുക്കപ്പെടുമ്പോൾ തന്നെ മറു സൈഡിൽ മിഖായേലും കൂട്ടരും യുദ്ധമുണ്ടാക്കി പൂർണ്ണമായും പിശാചുക്കളെയും അവൻ്റെ ദൂതന്മാരെയും വെട്ടി താഴേക്കിടുന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം ഈ ഭൂമി 7 വർഷക്കാലം 2-3.5 വർഷത്തിൻ്റെ രണ്ട് ടോപ്പിക്കായിട്ട് അല്ലെ 2 പകുതിയായി വിഭാഗിച്ചുകൊണ്ട് 7 വർഷം എതിർ ക്രിസ്തു ഭൂമിയെ വാഴാൻ പോകുകയാണ് ആണല്ലോ. അതിനുവേണ്ടിയാണ്, അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് കൊറോണയ്ക്ക് അധികം അഴച്ചത്. കൊറോണ പിന്നിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത് കൊറോണയുടെ പിന്നിൽ? ഒന്ന്, 850 കോടി ജനത്തിൻ്റെയും ഡാറ്റകൾ ഒരു മനുഷ്യൻ്റെ ലാപ്ടോപ്പിൽ വേണം. അത് വേറെ ആരുമല്ല, എതിർ ക്രിസ്തു. 2, വിശ്വാസികളുടെ വിശ്വാസം പരിശോധിക്കുവാൻ ദൈവം അഴച്ചതാണത്.
എത്രയോ വിശ്വാസികൾ വിശ്വാസം തള്ളിക്കളഞ്ഞ് പോയി. എത്രയോ പാസ്റ്റർമാർ തങ്ങളുടെ കർത്താവിൻ്റെ വേല വിട്ട് സെക്യുലർ ജോലിയിലേക്ക് കടന്നുപോയി. എത്രയോ ആൾക്കാരാ. ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുകയായിരുന്നു അല്ലേ. ഇപ്പോഴും കൊറോണയുടെ ഹാങ് ഓവർ നമുക്ക് പോയിട്ടില്ല അല്ലേ. ഓക്കെ, വിട്ടുപോകുക. അപ്പോൾ നമ്മൾ വെളിപ്പാട് 13-ാമത്തെ കുറിച്ച് കണ്ടത് ആ 7 വർഷം എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുമാറാക്കുന്ന ഒരു പ്രവൃത്തിക്ക് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് അതുകൊണ്ട് ലോകത്തിൽ മുഴുവനും കഴിഞ്ഞ വർഷങ്ങളേറെയായി എല്ലാം ബാർകോഡ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നാട്ടുകാർ പറയുന്നത് പോലെ എല്ലാം ബാർകോഡിൽ അറിയപ്പെടുകയാണ് അല്ലേ. കാരണം ഡിനിൽ കുമാർ എന്നുള്ള പേര്, അല്ലെങ്കിൽ ബാബു, അല്ലെങ്കിൽ ബിന്ദു എന്നുള്ള പേര് ആർക്ക് കമ്പ്യൂട്ടർ വായിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. കമ്പ്യൂട്ടറിന് സംഖ്യകൾ മാത്രമേ വായിക്കാൻ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ലോകം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെയൊക്കെ പേര് ആധാർ കാർഡ് വഴി സംഖ്യകളാക്കി മാറ്റിയത് അല്ലേ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മുടെയൊക്കെ പേര് സംഖ്യകളാക്കി മാറ്റപ്പെട്ടു. സംഖ്യകളല്ല, സംഖ്യകൾ. സംഖ്യയല്ല, സംഖ്യകൾ അല്ലേ അല്ലേ. അപ്പോൾ എന്തിനാണെന്നറിയാമോ? കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയാ. ഇതൊക്കെ എല്ലാം ഒരു വൺ വേൾഡ് റിലീജിയനും വൺ വേൾഡ് ഗവൺമെന്റിനും വേണ്ടി ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കാര്യം മറന്നു പോകരുത്. കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏകലോക മതത്തിനും ഏകലോക ഗവൺമെന്റിനും അവരുടെ വാഴ്ചയ്ക്ക് വേണ്ടി ഈ ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ മത നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ, അബുദാബിയിലെ ഷെയ്ഖും മാതാ മൃദാനന്ദമയി എല്ലാ മത നേതാക്കന്മാരും ഒക്കെ വത്തിക്കാനകത്തുണ്ട് ഇപ്പം എല്ലാവരും. ഓക്കെ, എന്തുമാകട്ടെ, ലോകം ഒരുങ്ങുകയാണ് ഒരു ഏകലോക മതത്തിനു വേണ്ടി. നമ്മൾ അറിയുന്നില്ല, പക്ഷെ പിന്നാമ്പുറത്ത് കർട്ടൻ അപ്പുറത്ത് ഇതെല്ലാം പണി നടക്കുക, നല്ല പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മനുഷ്യന് എല്ലാം അവൻ്റെ പേരിൽ അറിയപ്പെടുവാൻ തക്കവണ്ണം ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിതാ. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾ പോലും ചിപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ കൊറോണയെ കുറിച്ച് പഠിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു വട്ടം കൂടി നമ്മൾ കൊറോണയെ കുറിച്ച് പഠിച്ചു. കൊറോണ 666 അതെല്ലാം 666 പോകുകയാണ്. ഓക്കെ, എല്ലാം വിടുകയാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ജിമാട്രിയ അതെല്ലാം നോക്കിയാൽ, കണക്കുകൾ കൊണ്ട് ഇതെല്ലാം നോക്കിയാൽ എല്ലാം 666 പോകുന്നു. ഗൂഗിൾ ക്രോം 666, www 666. ലോകം മുഴുവനും ഒരു ചിലന്ത വലയിൽ അവൻ അല്ലേ വിരിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരെയും. അഡോബ് എന്ന് പറഞ്ഞതൊക്കെ 666 എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചു പോകുകയാണ്. ഇതെടുത്താൽ നരകം മാത്രമേ ഉള്ളൂ അല്ലേ. ഈ ചെപ്പ് ഏൽക്കുന്ന മനുഷ്യൻ നരകത്തിൽ പോകുമെന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ പഠിച്ചതാണ്. അങ്ങനെ 3 കാര്യങ്ങൾ ചിപ്പേക്കുന്ന വ്യക്തികൾ നരകത്തിലെ അഗ്നിഗന്ധകത്തിൽ അനുഭവിക്കണം, ഭൂമിയിൽ വെച്ച ശരീരത്തിൽ കഷ്ടം അനുഭവിക്കണം, രാവും പകലും സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് 3 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കണ്ട കാര്യമാണല്ലേ. ചിപ്പേക്കുന്നവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ബാറ്ററി പൊട്ടിപ്പോയിട്ട് ആ പൊട്ടിയിൽ ഉള്ളിൽ നിന്ന് ഒരു ലിക്വിഡ് പുറത്തേക്ക് വന്ന് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ വ്രണമായി മാറുമെന്നൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുക. പക്ഷെ ആത്മാവിൽ വിവേചിക്കുന്നവർക്ക് അത് വിവേചിക്കാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു സൈഡിൽ കൂടി റാപ്ചർ, വിശുദ്ധന്മാരുടെ റാപ്ചർ കഴിഞ്ഞാൽ പിന്നീട് 7 വർഷ പീഡനകാലമാണ് അല്ലേ. ഞാൻ പഠിച്ചു തുടങ്ങി. ആ പീഡനകാലത്ത് 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, കൈവിടപ്പെട്ടു പോയ സഭയുടെ ശേഷിപ്പുള്ളവർ. 2, യഹൂദന്റെ രക്ഷ. 2 വശങ്ങളായി നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ. 2 വശങ്ങൾ സംഭവിക്കാൻ പോയി ഈ 7 വർഷ പീഡനകാലത്തിൽ. 3.5 വർഷമായിട്ട് അല്ലേ. നമുക്കത് കാണണോ? വേണ്ട. നമുക്ക് അറിയാതെ എരിവ് കൂടുമ്പോഴേ നമുക്കത് ടി വിയിലെ കാണാന്നൊക്കെ പറഞ്ഞു കളയും. അറിയാതെയൊക്കെ പറഞ്ഞു പോകും നമ്മളൊക്കെ. ഓക്കെ, ഇത് ഈ ആത്മാവ് കൂടുതൽ നമുക്ക്. അപ്പോൾ ഇന്ന് വിടട്ടെ. അപ്പോൾ 2 ഭാഗങ്ങളായി ഇനി 7 വർഷ പീഡനകാലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഒന്ന്, കൈവിടപ്പെട്ടു പോയ ഈ സഭ എന്ന് പറഞ്ഞ സ്ത്രീ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എടുക്കരുത് നിങ്ങൾ. കാരണം ഇന്ന് ഞാൻ ഒട്ടനവധി ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഭാഗത്തും അവിടെ എല്ലാവരുടെയും സിലബസിൽ സഭയെ ചേർപ്പാൻ കർത്താവ് വരുന്ന അങ്ങനെ ഒരു വാക്ക് ഞാനൊരു 1000 പ്രാവശ്യമെങ്കിലും പുസ്തകം തിരിച്ചും മറിച്ചും പഠിച്ചിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സഭയെ ചേർപ്പാനല്ല, സഭയിൽ നിന്ന് ജയിക്കുന്ന ജയാളികൾ. 7 സഭയോട് പറയുമ്പോഴും ജയിക്കുന്നവർ. വെളിപ്പാട് പുസ്തകം 21:7 വാക്യം പറയുമ്പോഴും ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ജയാളികൾ അല്ലേ. മണവാട്ടി അല്ലെങ്കിൽ കാന്ത എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഒരു പദവിയുള്ളവർ. കാര്യം മറന്നു പോകരുത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠിക്കും. സഭക്കകത്ത്
ആത്മീയന്മാർ മാത്രമല്ല, ജഡികന്മാരുമുണ്ട്. നല്ലൊരു ശതമാനം ജഡികന്മാർ തന്നെയാണ് സഭക്കകത്ത്. പിന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത പ്രാകൃതന്മാരും എവിടെയുണ്ട്? സഭക്കകത്തുണ്ട്. ഞാൻ ഒട്ടനവധി കാണുന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന, അല്ലേ, വീണ്ടും ജനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന അന്യഭാഷയ്ക്കുണ്ട്. പക്ഷെ അന്യഭാഷകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് ദൈവത്തിൻ്റെ അന്യഭാഷയല്ല. വ്യാഖ്യാനിക്കാൻ കഴിയുന്നവർക്ക് അറിയാൻ കഴിയും, അല്ലേ? അപ്പൊ നമുക്കതറിയാം. സഭക്കകത്ത് പ്രാകൃതന്മാരുമുണ്ട്, ജഡികന്മാരുമുണ്ട്, ആത്മീയന്മാരുമുണ്ട്. അപ്പൊ അങ്ങനെ സഭയെ ചേർപ്പാൻ വന്നാൽ സ്വർഗത്തിൽ മിക്കവാറും ദൈവത്തെ അടിച്ച് താഴെ ഇറക്കിയിട്ട് അവർ കയറി മുകളിൽ കയറിയിരിക്കും. അപ്പം അതുകൊണ്ട് സ്വർഗം നിർമ്മലമാണ്. ദൈവത്തെ പോലും അത്രയും ഒതുങ്ങാൻ കഴിയാത്ത വലിയ ആ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതുപോലെ വിശുദ്ധന്മാരായിട്ടേ. അതുകൊണ്ട് ഗലാത്യർ 1:3 മൂന്നാം വാക്യത്തിലല്ലേ നമ്മെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എഫേസ്യർ 1:4-5 വാക്യം പഠിക്കുമ്പോൾ നമ്മളെ വിശുദ്ധന്മാരും നിർമ്മലന്മാരുമാക്കുവാൻ, അല്ലേ? അതുകൊണ്ട് യൂദയുടെ ലേഖനം 25 വാക്യം പറയുന്നു, ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കി ദൈവസ്ഥൽ നിർത്തിയിരിക്കുന്നു. ഓ, വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് നോക്കട്ടെ, വിടുകയാണ്. അപ്പോൾ 2 ഭാഗങ്ങളായിട്ട് റാപ്ചറെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ കൂടി വിശുദ്ധന്മാരുടെ എടുക്കപ്പെടൽ സംഭവിക്കുമ്പോൾ ആ അല്ലെങ്കിൽ ജയാളികളല്ലാത്ത, ഇല്ലെങ്കിൽ എണ്ണ കരുതാത്ത, അല്ലേ, 10 പേർ എണ്ണ കരുതാത്ത അവർ വിശുദ്ധന്മാർ തന്നെയാ, പക്ഷെ ജയാളികളല്ല. അവർ വീണ്ടും ജനിച്ചവരാ, പക്ഷെ ജയാളികളല്ല. മനസ്സാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പിമ്പന്മാർ പലരും മുമ്പന്മാരായി തീരുന്നത്. നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് നിൽക്കുക. ഇനി നമുക്ക് ജീവിക്കേണ്ടത് ആ വിശുദ്ധിക്കും നീതിക്കും വേണ്ടി മാത്രമാണ് നമുക്കിനി. എത്രത്തോളം അതുകൊണ്ട് സഭയ്ക്ക് മാക്സിമം സഭയിൽ കൂടി വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നിൽക്കാൻ പറയാൻ കാരണം വേറെ കൊണ്ടല്ല, മാറി നിൽക്കുമ്പോൾ ജഡം അറിയാതെ പൊങ്ങി വരും നമുക്കെല്ലാം വിടുകയാണ്. അപ്പോൾ ആ സഭയിൽ നിന്ന് ജയാളികളായ, ഇല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടി, ഇല്ലേ? അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. അത് ബേബി ചൈൽഡ് അല്ല, അല്ലെങ്കിൽ ബേബി ബോയ്, ബേബി ഗേൾ അല്ല, അത് മാൻ ചൈൽഡ് എന്നാണ് പറയുന്നത്. പുരുഷത്വം പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ, അല്ലെ, പുരുഷത്വം പ്രാപിച്ച് ജയാളിയായിരിക്കുന്ന ഒരു ശിശു. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞാണ് സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുന്നത്, ചെങ്കോൽ കൊണ്ട് ഭരിക്കാനിരിക്കുന്നത്. നമ്മുടെ പഴയ സൺഡേ ക്ലാസ്സുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ പറയുന്നതൊക്കെ നമ്മൾ ഇവിടെ എടുക്കുന്ന ഓരോ ടോപ്പിക്കും തമ്മിൽ എന്താ പറയുക, ഉടക്കത്തില്ല, എല്ലാം തോന്നിനൊന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച ക്ലാസ്സുമായി നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റും. നിങ്ങൾക്കത് എന്തേ മൗനമായിട്ടിരിക്കുന്ന എല്ലാവരും ഓക്കെ എന്ന് പാകട്ടെ. അപ്പോൾ സഭയിൽ നിന്ന് ഒരു ജയാളികൾ എടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ശിശു ജനിച്ചു പോകുമ്പോൾ, ബാക്കി സഭയിൽ നല്ലൊരു ശതമാനം സഭയിലുള്ള വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ശേഷിപ്പുള്ളവൾ എന്ന് പറയാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീ പ്രസവിച്ചിട്ട് ആ സ്ത്രീ പിന്നെ ഓടിപ്പോകുകയാണ് മരുഭൂമിയിലേക്ക്. കാരണം വേറെ വഴിയില്ല. കാരണം ഈ ഭൂമി ഭരിക്കാൻ പോകുന്നത് ദൈവമല്ല. ഈ ഭൂമി ഭരിക്കാൻ പോകുന്നത് ദൈവം സാത്താൻ അധികാരം കൊടുക്കാൻ പോകുകയാണ്. അവിടെ ആ സാത്താൻ ജയിക്കാമെന്ന് ആര് വിചാരിച്ചാലും കാര്യമില്ല. അവര് കാരണം ജയിക്കാൻ പറ്റില്ല. ആ വിശുദ്ധന്മാരെ ജയിപ്പാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിരിക്കുക. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ദൈവം പോലും അധികാരം കൊടുത്തിരിക്കുക. ഇനി എന്താ ആഗ്രഹമുള്ളത്? സഹിഷ്ണുത കൊണ്ട്, അല്ലേ? ചിപ്പേക്കാതെ സഹിഷ്ണുത കൊണ്ട് അവർ രക്ഷ പ്രാപിക്കണം. പഠിച്ചതൊക്കെ വേണ്ടി ഒന്ന് ഓർത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടത് 7 വർഷം അവരുടെ നിയമം കഠിനമാക്കും. ആ ആദ്യത്തെ 3.5 വർഷക്കാലത്തിൽ നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നു. ഒരു പറ്റം 7-ാം അധ്യായത്തിൽ ഒരു പറ്റം വിശുദ്ധന്മാർ കുരുത്തോലയേന്തിയിരിക്കുന്നു, അല്ലേ? വായിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് വായിച്ചേ 13-ാം വാക്യം മുതൽ. ഓക്കെ, ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു തോന്നും. നമുക്ക് നമ്മളാന്ന് വിചാരിക്കും. അല്ല, അങ്ങനെയല്ല. കാരണം ഇത് 1-ാം അധ്യായം കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, 2-3 അധ്യായം സഭക്ക്, 4-5 അധ്യായം സഭയിൽ നിന്നുള്ള വിശുദ്ധന്മാർ സ്വർഗത്തിലാണ്. ബാക്കി 6-ാം അധ്യായം ഈ ഭൂമിയിൽ ബോംബ് പൊട്ടുകയാ, അല്ലേ? മുദ്രകളും കലശങ്ങളൊക്കെ പൊട്ടുകയാ അവിടെ. അല്ലേ, കാഹളങ്ങളൊക്കെ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ ഭാഗം പറയുന്നത് 1,44,000 പേരെ അവർ മുദ്രയിട്ട ശേഷമാണ് പറയുന്നത്. അതെപ്പോഴാണ് നമ്മൾ ചിന്തിച്ചായിരുന്നല്ലേ? രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിന്റെ ആരംഭത്തിൽ
അല്ലെങ്കിൽ ആദ്യത്തെ 3.5 വർഷക്കാലത്തിന്റെ ഒടുക്കത്തിൽ സംഭവിക്കുന്ന കാര്യമായി ഇത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാണ് അല്ലേ? അവിടെ ഇത് എവിടെ നിന്ന് വന്നതൊക്കെ പറയുന്നുണ്ട്. അത് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ അല്ലേ? മത്തായി 24-ാം അധ്യായത്തിൽ വാക്കുണ്ട്, ആ കാലം ചുരുങ്ങിയില്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ പോലും തെറ്റിപ്പോകും. ഏത് കാലമാ? ആ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ 3.5 വർഷമായി ചുരുങ്ങിയില്ലെങ്കിൽ ആ സഭയിൽ നിന്ന് വേർപെട്ടു പോയ കൈവിടപ്പെട്ടു പോയവർ പോലും രക്ഷിക്കപ്പെടാൻ ബുദ്ധിമുട്ടാ. കാരണം ഭൂമി മുഴുവൻ ക്ഷാമവും ഭൂകമ്പമൊക്കെ കൊണ്ട് നിർജ്ജലിക്കുകയാണ്. പിശാച് അഴിഞ്ഞാടുകയാണ്. അവിടെ ഒരു രക്ഷയുമില്ല. സ്വർഗം പോലും അരമണിക്കൂർ മൗനമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വർഗം മൗനമായി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴും എടുത്തോളാം. അതിനെക്കുറിച്ചൊക്കെ അത്രയും ഭീകരമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞു പോകുകയില്ല നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. പിന്നീട് അതിനെ ആഴമായി പഠിച്ചോളാം. അപ്പോൾ ആ സമയത്ത് ആ 3.5 വർഷക്കാലത്തിന്റെ മധ്യത്തിൽ അർദ്ധരാത്രി വരുന്ന ഒരു മണവാളിനെ കുറിച്ച് ഇടക്കിടക്ക് കർത്താവ് പറയുന്നുണ്ട് നമ്മോട് അല്ലേ? ഓർമ്മയുണ്ടോ? അർദ്ധരാത്രി വരുന്ന മണവാളൻ. വീണ്ടും പറയുന്നു, കള്ളനെ പോലെ വരുന്ന മണവാളൻ. വ്യത്യാസമുണ്ടോ? ചെറിയ വ്യത്യാസം, ചെറിയ ചെറിയ വ്യത്യാസമായി. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിത്യതയിൽ ഒരുമിച്ചല്ലത്. എല്ലാം വ്യത്യസ്തമായ കാറ്റഗറിക്കാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് എൻ്റെ നിത്യതയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നരകത്തിലും അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒരുപാട് വാസസ്ഥലങ്ങൾ നരകത്തിലുമുണ്ട്. ഓക്കെ, അപ്പൊ എന്തുമാകട്ടെ, ഇവർ പറയുന്നു, സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിലും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്ന് ഉള്ളതെ ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. അപ്പൊ 1-2 അല്ല കൈവിടപ്പെടാൻ പോകുന്നത്. 1-2 അല്ല കൈവിടപ്പെടാൻ പോകുന്നത്, മഹാപുരുഷാരമാണ് കൈവിടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് പഠിക്കും. നോഹയുടെ കാലഘട്ടം പോലെ ഈ കാലഘട്ടമാകും അല്ലേ? എന്ന് പറഞ്ഞാൽ ഹാബേൽ മരിച്ചു, ഹാബേലിന് പകരം ശേത്തിനെ കൊടുത്തു, ശേത്തിനൊരു മോൻ ജനിച്ചു, ഏനോശ് ജനിച്ചു. ഏനോശ് കഴിഞ്ഞ് 7-ാം തലമുറക്കാനായ ഹാനോക്ക് ജനിച്ചു, ഹാനോക്കിന് മെതുശലം ജനിച്ചു, അതിനപ്പുറത്ത് നോഹ ജനിച്ചു. ഏതാണ്ട് 9 തലമുറയായി. ആ സമയത്ത് ഏനോശ് ജനിക്കുമ്പോൾ യഹോവയുടെ നാമത്തിൽ ആരാധന ആരംഭിച്ചതാ, പെന്തക്കോസ് ആരംഭിച്ചതാ. എന്നാൽ 7, 8, 9-ാം തലമുറ വന്നപ്പോൾ പെന്തക്കോസുകാർ, അന്നത്തെ പെന്തക്കോസുകാർ യഹോവയെ ആരാധിക്കുന്നവർ ഭൂമി മുഴുവൻ നിറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ന്യായവിധി വന്നപ്പോൾ 8 പേർ മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ. അത് തന്നെ ഈ തലമുറയിൽ സംഭവിക്കും അല്ലേ? നമ്മൾ കണ്ടിരിക്കുന്നത് അത് അവർ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിയും പോകുന്നതൊക്കെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ അതൊന്നും അല്ല അവിടുത്തെ, അതൊക്കെ ഉണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ അറിയണമെങ്കിൽ അവിടെ ആരംഭം മുതൽ ഓരോ പേരിനും അർത്ഥങ്ങളുണ്ട് അല്ലേ? അവിടെ ഏനോശ് പേരിന് അർത്ഥം പഠിച്ചാൽ മാത്രമേ ആ തലമുറകളെ കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ. 7-ാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് ഒരു സൈഡിൽ പറയുമ്പോൾ അപ്പുറത്ത് ജാതീയ മക്കൾ അല്ലെങ്കിൽ കായിന വംശത്തിൽപ്പെട്ട 7-ാം തലമുറക്കാരനായ വേറെ സില്ലയെയും 2 ഭാര്യമാരെടുത്ത വേറൊരുത്തിനപ്പുറത്ത് നിൽക്കുകയാണ്. രണ്ടിൻ്റെയും വ്യത്യസ്തങ്ങൾ. അതിനുശേഷം ജനിക്കുന്ന മെതുശലേം, അവൻ്റെ പേരിന് അർത്ഥം പഠിക്കണം. എങ്കിലേ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ. ഞാൻ പല അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അത്രയും ഭയാനകമായ കാര്യമാണ് നോഹയുടെ കാലഘട്ടം. അത് ഈ തലമുറയിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ പറയുന്നില്ല, നമ്മൾ കർത്താവ് വരുമ്പോൾ എല്ലാം കൂടി മുകളിലേക്ക് പോകുന്ന. പക്ഷെ വചനം പറയുന്നു അത് ലോത്തിന്റെ കാലഘട്ടം പോലെ, നോഹയുടെ കാലഘട്ടം പോലെ. പക്ഷെ നമ്മൾ പറയുന്ന നമ്മളൊക്കെ കൂടി പോകുന്ന. കർത്താവ് ഇടക്കിടക്ക് ഇതിനെ പറയുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കുറവുകൾ അറിഞ്ഞ് സത്യത്തിലേക്ക് വഴിയാടത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നോട് നിങ്ങൾക്ക്? അപ്പോൾ ഒരു വലിയ പുരുഷാരം കുരുത്തോലേന്തിയിരിക്കുന്നു അല്ലേ? അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കിയെ അലക്കി വെളുപ്പിച്ചവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യമാണ് അല്ലേ? എപ്പോഴാ ഇവരുടെ ഉയർപ്പപ്പോഴ എപ്പോഴാ ഇവരുടെ ഉയർപ്പ്? അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മളെ ചെറുപ്പൻ വരുന്ന ഏത് യേശുവിനെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? നമ്മളെ ചെറുപ്പൻ വരുന്നത് കള്ളനെ പോലെ, കള്ളനായിട്ടല്ല, കള്ളനെ പോലെ വരുന്ന, നിനക്കാത്ത നാഴികയിൽ വരുന്ന ഒരു യേശുവിനെ പോലെ. പക്ഷെ അർദ്ധരാത്രി വരുന്ന യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ, എല്ലാം വ്യത്യസ്തമായ വരവുകളാണ്. യേശുവിന് വ്യത്യസ്തമായ 3 വരവുകളെ കുറിച്ച് വേദപുസ്തകം അടിവരായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഒറ്റ വരവേ ഉള്ളൂ എന്നൊക്കെ, അങ്ങനെയൊന്നും അല്ല. സ്വർഗത്തിൽ അനേക കാറ്റഗറിക്കാരുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അർദ്ധരാത്രി വരുന്ന മണവാളെന്ന് പറഞ്ഞാൽ പഠിച്ച ഓർമ്മയുണ്ടോ?
3.5 വർഷം കാലം കഴിഞ്ഞ് 3.5 വർഷത്തിന്റെ ആരംഭത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ പഠിച്ചതാ, മറന്നുപോയെന്ന് എനിക്കറിയാം. റെക്കോർഡ് ഉണ്ട്, എപ്പോഴെങ്കിലും റെക്കോർഡ് യൂട്യൂബിൽ ഇടുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാം. അപ്പോൾ വെളിപ്പാട് 5:12 വിടുകയാ, വെളിപ്പാട് 6:9 മുതൽ 11 വരെ പഠിച്ചപ്പോൾ നമുക്ക് കണ്ടതാ ഒരുപറ്റം വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ. പഴയ നിയമ വിശുദ്ധന്മാരുടെ ക്വാളിറ്റി അറിയാമോ? അവർ ഇന്നും കരയുകയാ, കർത്താവേ അല്ലെങ്കിൽ യഹോവേ ഞങ്ങളെ കൊന്നവരെ കൊല്ലണമേ. രാഷ്ട്രീയക്കാരെ പോലെയാ, രാഷ്ട്രീയക്കാരെ പോലെ ഒരാളെ കൊന്നാൽ അവരെ കൊന്നിരിക്കുക അല്ലേ? അവരെ പോലെയാ ഈ കൂട്ടർ പഴയ നിയമ വിശുദ്ധന്മാർ. നിങ്ങൾ അറിയണം പുതിയ നിയമ വിശുദ്ധന്മാർ എത്ര ഉയരങ്ങളിലാണെന്ന്. കാരണം പുതിയ നിയമത്തിലെ കർത്താവിന്റെ ക്വാളിറ്റി, സ്തഫാനോസിന്റെ ക്വാളിറ്റി കണ്ടില്ലേ? അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാ ഇല്ലേ? നമ്മൾ എത്രയോ ഉയരങ്ങളിലാണ്, പക്ഷെ നമ്മളിന്ന് അവരെക്കാളും കഷ്ടത്തില്ല. അത് വേറെ കാര്യം. പക്ഷെ ആ റേഞ്ച് വ്യത്യാസമുണ്ട്. അവർക്ക് ദാസന്മാർ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അതേപോലത്തെ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം ഇതൊക്കെ അറിയുമ്പോഴേ, നമ്മുടെ വിളി അറിയുമ്പോഴേ നമുക്ക് ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അറിയുമ്പോൾ, നമ്മുടെ വിളി അറിയുമ്പോൾ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അറിയുമ്പോഴൊക്കെയാ നമ്മുടെ ജീവിതം അത് യഥാർത്ഥമായി ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് അല്ലേ? അത് പറയുക 5ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം 6ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് നാം നേരത്തെ പഠിച്ചത്. ഇവിടെ 5ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നത് ഗിബയോളം അല്പം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി അല്ലേ? അപ്പോൾ ഈ 3.5 വർഷക്കാലമായപ്പോൾ ആ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന്റെ അടിയിൽ കുറെ ആത്മാക്കൾ കിടന്ന് കരയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വർഷം പഠിച്ചതാ. കഴിഞ്ഞ വർഷം ഒന്നും പേടിക്കുന്ന വേണ്ട, ഇന്നലെ അല്ലേ പഠിച്ചതാ. അവരാരാ? പഴയ നിയമ വിശുദ്ധന്മാർ. കാരണം പുതിയ നിയമ വിശുദ്ധന്മാരാണെങ്കിൽ ഒരിക്കൽ പോലും അവരെ കൊല്ലണമേ, അവർക്ക് വേണ്ടി ന്യായം വിധിക്കണമെന്ന് പറയത്തില്ല. അവരോട് ക്ഷമിക്കണമെന്ന് പറയത്തുള്ളൂ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ ആ യാഗപീഠത്തിന്റെ അടിയിൽ കിടക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരാ. അവർ കരയുക, ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. യഹോവ പ്രതികാരം ആരംഭിച്ചിട്ടില്ല. 3.5 വർഷക്കാലം യഹോവ പ്രതികാരം ആരംഭിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? 2ാമത്തെ 3.5 വർഷക്കാലമാണ് അത് സംഭവിക്കുന്നത്. അല്പമായിട്ട് ചിന്തിച്ച് ഓർമ്മയുണ്ടോ? അതാണ് യഹോവയുടെ പ്രതികാലകാലം, യാക്കോബിന്റെ കഷ്ടകാലം. എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതിന്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആരംഭിക്കുന്നത്, അവിടെയാണ് ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നത്. ഏതാ പ്രാർത്ഥന? ഞങ്ങൾ രക്തത്തിന് നീ പ്രതികാരം ചെയ്യണമേ. അപ്പോ ഇത് അതിനു മുമ്പുള്ള കാര്യമാ. അവർ പറയുക, അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നത് കീവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം. അപ്പോൾ 3.5 വർഷക്കാലം ആയിട്ടില്ല. അപ്പോൾ ആരും കൂടി വന്നു ചേരുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. കൈവിടപ്പെട്ടു പോയവരെ ചേർപ്പാൻ കർത്താവ് വീണ്ടും മേഘത്തിൽ വരുന്നു അല്ലേ? 3.5 വർഷം കഴിയുമ്പോൾ അവർ ചേർത്തുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷമാണ് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്താ? പ്രതികാരം ചെയ്യണമേ. അതുകൊണ്ടാണ് യാക്കോബിന്റെ കഷ്ടകാലം. ആ കാലം ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടത്തില്ല. സ്വർഗം പോലും അരമണിക്കൂർ മൗനമാകുന്ന അത്രയും ഭയാനകമായ നാളുകൾ. പഠിക്കാൻ കേൾക്കാനൊക്കെ നല്ല സുഖമാ. ആ കാലത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് എപ്പോഴേയും സമയം കിട്ടി ധ്യാനിക്കണം. കിടുകിടാവരക്കും, ഉറക്കം നഷ്ടമാവും നമ്മുടെയൊക്കെ. പിന്നെ മരുന്ന് മേടിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അത്ര ഭയാനകമാണ്. സ്വർഗം പോലും അരമണിക്കൂർ മൗനമായിരിക്കുന്ന നാളുകൾ ഒട്ടും വിദൂരമല്ല. ഉള്ള നേരത്തെ വിശുദ്ധിക്ക് വേണ്ടി കാക്ഷിച്ച് അവന്റെ വരവിൽ ഒരുങ്ങുക പോകാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യമാ. ഇവിടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യമെന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വിടുക. 2 വിധ കൊയ്ത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ? 2 വിധ കൊയ്ത്തുണ്ട്. പഠിച്ച ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ ഞാൻ ഓർമ്മയുണ്ടോ നോക്കട്ടെ. 2 വിധ കൊയ്ത്തിനെ കുറിച്ച് കഴിഞ്ഞ നാളിൽ പഠിച്ചു. ഒന്ന് ആരുടെ കൊയ്ത്താ? ഗോതമ്പിന്റെ കൊയ്ത്ത്. 2 അരിയിടം കൊയ്ത്ത് അല്ലേ? എങ്ങനെയാ?
പറയുന്നേ, രണ്ട് കൊയ്ത്ത് ആരൊക്കെയത്? ഒന്നാമത്തെ ദൂതനും മറ്റൊരു ദൂതനും. കറക്റ്റാ പറഞ്ഞത്. ഒന്ന് മുദ്രയേക്കാതെ. നീ എത്ര അവാർഡ് കൊടുക്കണം അവന്? മുദ്രയേക്കാതെ അല്ലേ? രക്തസാക്ഷികളായ ഒരുപറ്റം കൂട്ടരെ ചേർപ്പാൻ എന്താ പറയാ, കോങ്കത്തി അഴച്ച് അവരെ അറുതി മുതൽ അറുതി വരെ ചേർത്തോണ്ട് പോകുന്നു. രണ്ടാമത്തെ അത് വേറെതാ. അത് വേറെ കൊയ്ത്താണത്. ദുഷ്ടന്മാരെ കൊയ്യുന്നു. എല്ലാ ഇസ്രായേലിനെതിരെ വരുന്ന എല്ലാ ആൾക്കാരെയും കൂട്ടി ഈ മെതികത്താഴ്വര അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ദൈവം അവരെ ന്യായം വിധിക്കുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പേടിക്കാൻ വേണ്ട. ഒരു പല ആവർത്തിച്ച് പിന്നീട് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഓർത്തോർത്ത് പഠിക്കാൻ പറ്റും. ഒറ്റയടിക്ക് ഒന്നും കയറത്തില്ല, നമുക്കറിയാം. ഓക്കെ, അതിനെക്കുറിച്ച് പഠിച്ച ഈ കാര്യമാണ്. ഇനിയാണ് നമ്മൾ കണ്ടത് 3.5 വർഷക്കാലം അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചല്ലേ. അർദ്ധരാത്രി വരുന്ന മണവാൾ എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം, രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിൽ നടുവിൽ കർത്താവ് ഇറങ്ങി വരും. എന്തിനു വേണ്ടി ഇറങ്ങി വരുന്നത്? തൻ്റെ കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളായവരെ അല്ലേ, പിശാച് അവരെ ജയിച്ച് അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ പീഡനത്താൽ കൊല്ലപ്പെട്ടവരെ ചേർപ്പാൻ കർത്താവ് വീണ്ടും വരികയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത്, ഇസ്രായേലിനെ കുറിച്ചും അതിനെക്കുറിച്ച് ചേർത്ത് ഇന്നൊരല്പമായി നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ കണ്ടതാ ഈ 3.5 വർഷക്കാലം കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ഇതിപ്പോൾ പഠിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. 3.5 വർഷക്കാലം, രണ്ടാമത്തെ 3.5 വർഷക്കാലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെ കണ്ടത് കൈവിടപ്പെട്ടു പോയ വിശ്വാസികളുടെ കൂട്ടത്തെക്കുറിച്ചാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചു തുടങ്ങിയെന്നല്ലേ. ഇസ്രായേലിനെ കുറിച്ച് 3.5 വർഷത്തിൽ ഇസ്രായേലിന് ഒരു പ്രവർത്തനമുണ്ട്. 2.5 വർഷക്കാലത്തിലും ഇസ്രായേലിനൊരു പ്രവർത്തനമുണ്ട്. ഇനി രണ്ടും ചേർത്ത് വെച്ച് പഠിക്കാൻ പോകുകയാണ്. 3.5 വർഷക്കാലം ഇവിടുന്ന് സഭയെ എടുത്തോണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധന്മാരെ എടുത്തോണ്ട് പോകുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ എതിർക്രിസ്തു ഭൂമിയിൽ വാഴാൻ വരും അല്ലേ. ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ ലോകത്തിൽ ഏറ്റവും പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇസ്രായേൽ പാലസ്തീനും ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നമാണ്. ബാക്കി എന്ത് പരിഹരിക്കാം? നമുക്ക് എന്ത് പരിഹരിക്കാം? പക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശ്നമുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇപ്പം എന്താ പറയുക, വംശങ്ങൾ മനുഷ്യർ പെരുകുന്നു, അത് പിന്നെ നമുക്ക് സഹകരിക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ക്ഷാമം വരുന്നു, അത് നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഇത് ആർക്കും പരിഹരിക്കാൻ കഴിയത്തില്ല. എത്രയോ എന്താ പറയുക, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്രയോ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ടും അല്ലേ, G10 G8 എന്നൊക്കെ പറയും, എത്രയോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഒന്നും ഫലവത്തായിട്ടില്ല. അതാകത്തുമില്ല. കാരണം ഇത് ഇന്നത്തെ പ്രശ്നമല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ലേ. അബ്രഹാമിൻ്റെ മുതൽ പഴക്കമുള്ള കേസാണ് കേസ്. അത് കുത്തിപ്പൊക്കി ഏതെങ്കിലും നല്ല അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കണം. ആ അഡ്വക്കേറ്റ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത് വേറെ ആരുമല്ല, വെള്ളക്കുതിരപ്പുറത്ത് കയറി ആദ്യം വരുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരെന്താ? എതിർക്രിസ്തു. അവൻ ആദ്യം വരുന്നത്, അവന്റെ പക്കൽ അമ്പില്ല വില്ലുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. എന്തുമാകട്ടെ, നമ്മൾ അതിനെക്കുറിച്ചുള്ള വേറെ ക്ലാസ്സിലേക്ക് എടുക്കുന്ന അതിനെക്കുറിച്ചൊക്കെ. അവൻ ആദ്യമായി ഭൂമിയിലേക്ക് വെളിപ്പെടും. 7 വർഷത്തിന്റെ ആരംഭത്തിൽ ഭൂമിയിൽ വരുമ്പോൾ വെള്ളക്കുതിരപ്പുറത്താണ് ആദ്യം ചെയ്യാൻ പോകുന്ന പണി. എന്നറിയാമോ? ഇസ്രായേലിനെയും പാലസ്തീനെയും പ്രശ്നം പരിഹരിക്കും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നം അവൻ പരിഹരിക്കും. അതാണ് ആദ്യമായി. അതുകൊണ്ട് ഇന്ന് UN ഒക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ദൈവമാണെങ്കിലും പ്രശ്നമില്ല, പിശാചാണെങ്കിലും പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അവർ പറഞ്ഞ വാക്യം ബൈബിളിലെ വാക്യമാണത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വാക്യം ഇന്ന് അവർ പറഞ്ഞു, അവരുടെ പ്രസിഡന്റ്, അവരുടെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അത്രയും ഇപ്പൊ ലോകം പറയുന്ന വിശുദ്ധ യുദ്ധം, ഹോളി വാറിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾ അതാ പറയുന്നത്, ഹോളി വാർ അല്ലേ, വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ബൈബിൾ അതേ സെയിം കാര്യം. എല്ലാം ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും യാദൃച്ഛമായി സംഭവിച്ചതല്ല. ഇതൊക്കെ ഒരുവൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക സ്വർഗം ഇതിലേക്ക്. അപ്പൊ വിടുകയാണ്. അപ്പൊ 3.5 വർഷക്കാലത്തിൽ എതിർക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ ആദ്യം ചെയ്യാൻ പോകുന്ന കേസ്, അവന്റെ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രായേലുമായുള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കും. ഇസ്രായേലിന് ഒരു ആലയം പണിയും. അവരുടെ പ്രശ്നമാണല്ലോ ആലയമില്ലായ്മയാണ് അല്ലേ. മറ്റവരുടെ പ്രശ്നം എന്താ? ആ യെരുശലേമിലാണ് അവരുടെ ഡോം ഓഫ് ദി റോക്ക്, അല്ലെങ്കിൽ അവരുടെ 3ാമത്തെ പുണ്യഭൂമി ഇരിക്കുന്നത്.
ഒരിക്കലും അത് പൊളിച്ചാൽ ഈ ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാവും. കാരണം എല്ലാവരുടെയും കയ്യിരിക്കുന്ന ചെറിയ പടക്കമല്ല അതിരിക്കുന്നത്, ലോകം കത്തിക്കാനുള്ള പടക്കങ്ങളാണ് ഇന്ന് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നത്. ഒരെണ്ണം ചുമ്മാ അത് പൊട്ടിച്ചിട്ടാൽ മതി, ഈ ഭൂമി മുഴുവനും കത്തിപ്പോകും. അത്രയും ന്യൂക്ലിയർ ബോംബുകളാണ് ഓരോ രാജ്യങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പേടിക്കുന്ന എല്ലാവരും. കാരണം അവരുടെ പക്കൽ ഒരെണ്ണം ഉണ്ട്, അറിയാതെയാണെങ്കിൽ ഒന്ന് വെറുതെ തമാശക്ക് എടുത്ത് കളിച്ചാലുണ്ടല്ലോ പരിപാടി തീർന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇസ്രായേലിന് ഭയമാ. എന്തുമാകട്ടെ വിട്ടുപോകുകയാണ്. 13.5 വർഷക്കാലം ഇസ്രായേലുമായി ഉടമ്പടി വെക്കും. ആര്? എതിർ ക്രിസ്തു. എന്നിട്ടില്ലേ അവർ ആലയം പണിയും. എങ്ങനെയാ ആലയം പണിയാൻ പോകുന്നത്? പലസ്തീൻ ഈ അറബികൾക്ക് മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ല, ഇസ്രായേലിന് യഹൂദനും കുഴപ്പമില്ലാതെ അവൻ നല്ലവണ്ണം പരിഹരിക്കും. അവൻ എങ്ങനെ പരിഹരിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. എങ്ങനെയാത്? പ്രാകാരം, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത്. പ്രാകാരം അത് ജാതികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അല്ലേ. ഇനി പണിയാൻ പോകുന്ന 3rd ടെമ്പിൾ പ്രാകാരമില്ലാത്ത ടെമ്പിൾ ആയിരിക്കും. ആ പ്രാകാരത്തിൽ ഇപ്പൊ എന്തായിരിക്കുന്നത്? ഡോം ഓഫ് ദി റോക്ക് അല്ലേ. യഹൂദന്റെ 3ാമത്തെ പുണ്യഭൂമി. മക്കയും മദീനയും കഴിഞ്ഞാൽ 3ാമത്തെ അവർ ഏറ്റവും വലിയ പുണ്യഭൂമിയാണ് ഈ ഭൂമി. അവർ വിടത്തില്ല, ചത്താലും വിടത്തില്ല. യഹൂദരാണെങ്കിലോ അവരുടെ ദാവീദിന്റെ സിംഹാസനം കിടന്ന ഭൂമി അവർക്ക് വിടാൻ കഴിയില്ല. അത് വിട്ടാൽ പിന്നെ അവരില്ല, യഹൂദൻ എന്ന് പറഞ്ഞ ആളില്ല അവര് അല്ലേ. നമുക്കും അറിയാതെയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടമുണ്ട് അവിടെ അല്ലേ. നമുക്കൊരു ഇഷ്ടമുണ്ട്, അറിയാതെയാണെങ്കിലും നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ഇസ്രായേലിനെ കുറിച്ച് ഇല്ലേ. അവരിന് ബോംബിട്ട് പൊട്ടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് അറിയാതെ ഇല്ലേ. ഇല്ലേ, ഇഷ്ടപ്പെടൂല്ലേ നിങ്ങൾ ഇസ്രായേലിനെ? എനിക്കിഷ്ടമുണ്ട് കേട്ടോ, എനിക്ക് ചെറിയ ഇഷ്ടമുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ലേ എന്നെ അനുഗ്രഹിക്കുന്നവർ. നീ ഇസ്രായേലിനെ അനുഗ്രഹിച്ച അല്ല, ഞാൻ തമാശ പറഞ്ഞത്, സീരിയസ് പറഞ്ഞതാ. ഇന്ന് ലോകത്തിൽ മുസ്ലിങ്ങളും എല്ലാവരും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇസ്രായേലിനെ കൂട്ടു നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ന് കൂട്ടു നിൽക്കാത്തൊരു കൂട്ടരുണ്ടെങ്കിലുണ്ടല്ല നമ്മുടെ ഗവൺമെൻറ് അയച്ചിട്ടില്ല നിങ്ങൾ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? ഇസ്രായേലിന് എതിരെ നിൽക്കുന്നതുകൊണ്ട് ദൈവം അവരെ അടിത്തറ വരെ ഒരുക്കൊണ്ടിരിക്കുക. പോകില്ലല്ലേ. ഹലോ, ഇത്രയോട് ജീവിക്കണം. അതുകൊണ്ടാ അടിത്തറ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. ആര് ഇസ്രായേലിന്റെ വാ തുറന്നാൽ അവരെ അടിത്തറ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് പറഞ്ഞതാണ്. വിടുക, മുഴുവൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. അപ്പൊ എന്തുമാകട്ടെ, അവരുമായിട്ട് ആലയം, എതിർ ക്രിസ്തുമായി ചേർന്ന ദൈവം അവിടെ ഇസ്രായേൽ ആലയ യഹൂദൻ ആലയം പണിയും. അങ്ങനെ ആ ആലയം ഭൂമി നിൽക്കുമെന്നൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു. 13.5 വർഷക്കാലം യഹൂദനെ സംബന്ധിച്ചോളം അവർക്ക് മനോഹരമായ ഒരു ആലയം പണിയ സംഭവിക്കുക. 3 ദിവസം മതി എന്നൊക്കെ പറയുന്നത്. 3 ദിവസം കൊണ്ട് അവർ ആലയം പണി തീർക്കും അല്ലേ. നമുക്കെല്ലാം അറിയാം അതിനെക്കുറിച്ചൊക്കെ. പഴയ നിയമത്തിലൊക്കെ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നു. ഞാൻ വിട്ടുപോകുക. അതൊക്കെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഒരു നിഴലായി കിടക്കുകയാണ്. അവൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ എതിർ ക്രിസ്തു ചെയ്യാൻ പോകുന്ന 2 സെയിം കാര്യങ്ങൾ. ദാനിയേൽ പ്രവചനമൊക്കെ പഠിച്ചാൽ അതേ കാര്യം തന്നെയാണ് ഈ പുള്ളിക്കാരൻ കയറുമ്പോൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അതിലൊരു കാര്യമാണ് ഒരു പന്നിയെ, അന്ന് അന്ത്യോക്യ എപ്പിഫാനസ് ചെയ്തപോലെ അവർ പന്നിയെ കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വെച്ച് അറുത്ത് യാഗമർപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, യവനദേവനായ ജുപ്പിറ്ററെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് യഹൂദന്മാരെ കൊണ്ട് നമസ്കരിപ്പിക്കുമാറാക്കുന്നുണ്ട് അവിടേക്ക്. ഇവരും അത് തന്നെ ചെയ്യാൻ പോകുന്നത്. ഒരു ബിംബം നാട്ടും അല്ലേ, അവരെ നമസ്കരിക്കാറാക്കും. ഇതും വരാൻ പോകുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഹിസ്റ്ററിയിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ ഫീസ്റ്റ് ഓഫ് അനിക്ക എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒട്ടനവധി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നുണ്ടായിരിക്കുന്ന പല എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്റ്റിലെ കുളത്തിൽ വന്നിരിക്കുന്ന ചില ഗ്രൂപ്പുകാരൊക്കെ ഇതുപോലത്തുള്ള ചില കൾട്ട് ഉപദേശങ്ങളിൽ വന്നതാണ്. ഞാനത് വിട്ടുപോകുകയാണ്. ശ്രദ്ധിക്ക്, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടതാ 13.5 വർഷക്കാലം യഹൂദനുമായി ചേർന്ന് എതിർ ക്രിസ്തു ഭൂമിയിൽ അവൻ അവിടെ ചേർന്ന് വാഴും. യഹൂദനൊരു ആലയം കിട്ടും അല്ലേ. അതിൻ്റെ 3.5 വർഷത്തിന്റെ ഒടുക്കത്തിൽ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ ആലയത്തിൽ കയറി എന്നിട്ട് പറയും, എന്നെ നിങ്ങൾ നമസ്കരിക്കണം. 3.5 വർഷം കഴിയുമ്പോൾ അല്ലേ, 2ാമത്തെ 3 വർഷം ആരംഭിക്കുമ്പോൾ ആ സമയത്ത് എതിർ ക്രിസ്തു ഈ യഹൂദന്റെ ആലയത്തിൽ കയറി ഇരുന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ നമസ്കരിക്കണമെന്ന്
പറയുന്നുണ്ട് അല്ലേ? ബൈബിൾ അങ്ങനെ പറയും അല്ലേ? നമസ്കരിക്കുമാറാക്കും. അപ്പോഴാണ് ഇവന്മാരുടെ കണ്ണു തുറക്കുന്നത്. ആരുടെയാ? യഹൂദന്മാരുടെ കണ്ണു തുറക്കുന്നത്. അതുവരെ അവർ വിശ്വസിക്കുന്നത്, അവർ ആലയം പണിയാൻ സഹായിക്കുന്ന ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ മെശിഹയാണെന്ന് അവർ വിശ്വസിക്കുന്നത്. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവരെ മെശിഹയാന്നൊക്കെ വിശ്വസിച്ചിരിക്കുക അവർ, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈപ്പിലായിരിക്കുക. പക്ഷേ അവൻ്റെ ഒടുക്കത്തിൽ 3.5 വർഷക്കാലം കഴിയുമ്പോഴാണ് ഇവൻ ആലയത്തിനകത്ത് കയറി ഇരുന്നു കൊണ്ട് ഇവൻ പറയും എന്നെ നമസ്കരിക്കണമെന്ന് പറയുമ്പോഴാണ് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദനുമായി ചേർന്ന്, അല്ലെങ്കിൽ എതിർ ക്രിസ്തുമായി ചേർന്ന് ആലയം പണിയും അല്ലേ? ആലയം മനോഹരമായി പോയിക്കൊണ്ടിരിക്കും. ലോകം മുഴുവനും ഏകലോക ഗവൺമെന്റ് വരും, ഏകലോക മതം വരും. മനസ്സിലാവുന്നുണ്ടോ? ലോകമെല്ലാം ഒരു വിരൽ തുമ്പിൽ കിടക്കുക. നമുക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ചിപ്പ് ഏൽക്കുന്നതുകൊണ്ട് ഏത് മനുഷ്യനും ബാങ്കിൽ അക്കൗണ്ട് ഒന്നും വേണ്ട, മീൻസ് ഒന്നും വേണ്ട. ഇത് കാണിച്ചാൽ മതി, ഫ്ലൈറ്റ് കയറി ഇത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നെറ്റ് കാണിച്ചാൽ മതി, ഇല്ലേ? ഭയങ്കര മനോഹരമായ ഒരു ജീവിതമായിരിക്കും. പക്ഷേ മറു സൈഡിൽ ചിപ്പേക്കാതെ ആകുന്ന കൈവിടപ്പെട്ടു പോയ വിശ്വാസികളുണ്ട്. അവർ മരിക്കുന്നു, ഇവിടെ സംഭവിക്കുന്നു. അങ്ങനെ 3.5 വർഷക്കാലത്തിന് ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ആലയത്തിനകത്ത് കയറി എന്നിട്ട് പറയും എന്നെ നമസ്കരിക്കുമാർ പറയുമ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ സംഭവത്തിലാണ് ഇവരുടെ കണ്ണ് തുറക്കുന്നത്. അല്ലാതെ കണ്ണ് തുറക്കുകയല്ല. അവരെ എത്ര പറഞ്ഞാലും കണ്ണ് തുറക്കത്തില്ല. ഇന്ന് അവരുടെ സുശേഷം പറയാൻ പോയാൽ വളരെ ഇതിങ്ങനെ എണ്ണാൻ പറ്റും നമുക്ക്. അത്രയേ പേരേ ഉള്ളൂ അവിടെ. ബാക്കി 60% പേര് അവർക്ക് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരാ. അത് മനസ്സിലാവുന്നുണ്ടോ? യഹൂദരിൽ 60% ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാ അവര്. നീ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് ലോകത്തിലെ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഹോമോസെക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദൈവം വെറുക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ പഴയ നിയമങ്ങൾ എടുത്ത് പഠിക്കണം നമ്മൾ. അതിനെക്കുറിച്ച് ഒരു ഷണ്ടനം നിങ്ങളുടെ അടുക്കൽ കാണരുതെന്നൊക്കെ പറഞ്ഞ് മനോഹരമായി പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ ലേവ്യ പുസ്തകം മുതൽ എന്തുമാകട്ടെ, ഇന്ന് ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ആ ഒരു കൂട്ടരുടെ, പണ്ട് അമേരിക്കയിലായിരുന്നു ആ കൂട്ടരുടെ ഹെഡ് ഓഫീസ്, ഇന്ന് ഇസ്രായേലിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ന് അത്രയും ലോകത്തിലെ മ്ലേച്ഛതകളിലേക്ക് പോകുന്ന ഒരു കൂട്ടരാണ് ആര്? ഇസ്രായേൽ മക്കൾ. ഓക്കെ, അത് മാത്രമല്ല ദൈവത്തിന്റെ കണ്ണിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അവർ ആത്മീയമായി സ്വതമെന്നും ആത്മീയമായി മിസ്രൈം എന്ന ദൈവം ഇന്ന് ഇസ്രായേലിനെ വിളിക്കുന്നത്. നമ്മൾ പറയും പുണ്യഭൂമി എന്നൊക്കെ വിളിക്കും. ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പുണ്യഭൂമിയിലേക്ക് ടൂർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. വിലാപം അതിൽ പോയി കൈയൊക്കെ വെച്ച് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറയുന്ന നമ്മുടെ ദിവാസന്മാരും ഉണ്ട്. ലോകം മുഴുവനും അത് ലൈവായി കാണിച്ച് എന്നാൽ പിന്നെ ചെയ്തോട്ടെ, അറിവില്ലായ്മയോട് ചെയ്തോട്ടെ. എന്തിനാ ലൈവ് ഇടുന്നത്? എന്തേന്ന് മിണ്ടുന്നില്ല നിങ്ങൾ ഇല്ലേ? കൈയൊക്കെ വെച്ച് ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നതല്ലത്. ആത്മീയമായി വായിച്ച ഓർമ്മയുണ്ട് 14-ാം അധ്യായത്തില്ലേ? സ്വദോമെന്നും ആത്മീയമായി മിസ്രൈം എന്ന് പറഞ്ഞാൽ ലോകത്തിന് നിഴൽ. ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത് അവർ ലോകം കയറി കിടക്കുന്നവരാ. 2, അവർ ആത്മീയമായി സ്വദോമെന്ന്. എന്താ സ്വദോം? ഹോമോസെക്സ്. ഇന്ന് ഏറ്റവും അധികമായി ആ 2 വൈകൃതങ്ങൾ അവിടെ നിറഞ്ഞിരിക്കുന്ന കാലമാണ്. പക്ഷെ നമ്മുടെ കൂട്ടന്മാർ ഇവിടെ നിന്ന് പുണ്യഭൂമിയിലേക്ക് യാത്ര എന്ന് പറഞ്ഞ് 2 ലക്ഷം 3 ലക്ഷം മേടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ പോക്കറ്റ് നിറയും. പണ്ട് ചൊല്ലുണ്ടല്ലേ, കാക്കയുടെ അല്ലേ കൊതിയും തീരും, ഡാഷിന് ഡാഷും. ഞാൻ പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്നും നടക്കട്ടെ. ഇതിനിടയിൽ കൂടി പൈസ ഉണ്ടാക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്, നമുക്കൊരു അറിവുണ്ടാകണം. നമുക്ക് ബൈബിളിനെ കുറിച്ച് എന്തുണ്ടാകണം? ഒരു ജ്ഞാനമുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിടുകയാണ്. അങ്ങനെ ഈ 3.5 വർഷത്തിന്റെ ഒടുവിൽ കർത്താവ് അവിടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നുണ്ട് അല്ലേ? എവിടെയാണൊരു തൊട്ടുപോലെ നമ്മൾ വാക്യം വായിച്ചായിരുന്നു. കർത്താവ് 3.5 വർഷം കഴിയുമ്പോൾ അവൻ വീണ്ടും മേഘത്തിൽ പ്രത്യക്ഷനാകും. കുത്തിയവങ്കിലേക്ക് നോക്കി വായിച്ച ബാക്കി ഓർമ്മയുണ്ടോ? കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചതാ, ജസ്റ്റ് വായിച്ചു പോയതാ. വെളിപ്പാട് 1:7 ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണെന്ന് പറഞ്ഞാൽ ഈ കേരളക്കാരും അല്ലേ, ചൈനക്കാരും ജപ്പാൻകാരുടെ കാര്യം അല്ല പറയുന്നത്. ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന മുഴുവനും ഇസ്രായേലിനെ കുറിച്ചാണ്. ഞാൻ ഇവിടെ പറയുന്ന ചില വാക്കുകൾ നമ്മൾ വിചാരിക്കും അത് എല്ലാ മനുഷ്യനും കാണുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേരളക്കാരും അല്ലേ, അല്ലാതെ ചൈനക്കാരും ഒന്നും അല്ല പറയുന്നത്. യഹൂദനെ കുറിച്ച് പറയുക. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. ആരാ കുത്തിത്തുളച്ചത്?
അല്ലേ? ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ന്യായം വരട്ടെ എന്ന് സ്വയം വിളിച്ചവർ 1800 സംതിങ് വർഷം അല്ലേ? അത്രയും വർഷം 1650 അത്രയും വർഷം പരദേശികളായി. ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അറ്റം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ഭൂഖണ്ഡത്തിൻ്റെ നമ്മുടെ ഈ ഭൂമിയുടെ ഏറ്റവും ഒരു അറ്റം എന്ന് പറയുന്നത് നമ്മളാ. നമ്മുടെയൊക്കെ ഇരിപ്പാണ്, നമ്മളൊക്കെ വലിയ ആൾക്കാർ. പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കിടക്കുന്നത്. അവിടം വരെ വന്നു ആര്? ചിതറിപ്പോയില്ലേ? AD 70 തീത്തോസിന് സൈന്യം വന്ന് അവരെ ചിതറിച്ചു കളഞ്ഞു ഇല്ലേ? എവിടം വരെ പോയി? ഈ ഭൂമിയുടെ അറ്റമായ കേരളം വരെ വന്നു അവർ. മാള വരെ വന്നു. മാള എന്നൊക്കെ പറയുന്നത് മാളക്കാരിരിക്കുന്നുണ്ടല്ലേ? മാള എന്ന് പറഞ്ഞത് നമ്മുടെ വിചാരം നമ്മളിട്ട പേരാ. നമ്മളിട്ടല്ല. മാ ഇല്ലല്ല ഹാ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിട്ട പേരാ. അതിനർത്ഥമുണ്ട്. അത് അവരിട്ട പേരാ. അതൊക്കെ നമ്മളിട്ട പേരൊന്നും അല്ല അതൊക്കെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അത് എവിടുകയാണ്. അപ്പോൾ അത് അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും എന്ന് പറയുമ്പോൾ ഹിന്ദു മുസൽമാൻ ഒന്നും അല്ല, 12 ഗോത്രങ്ങളാണ്. കുത്തിത്തുളച്ചവരും ഭൂമിയിലെ സകല ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. അപ്പോൾ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാമോ? 3.5 വർഷക്കാലം കഴിയുമ്പോൾ വീണ്ടും കർത്താവ് തൻ്റെ രക്തസാക്ഷികളെ ചേർപ്പാൻ വേണ്ടി വരുന്നുണ്ട്. സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയി ചിപ്പേക്കാതെ രക്തസാക്ഷികളായ അല്ലേ? ഇത് പഴയ നിയമത്തിലെ മരിച്ചുപോയ പ്രവാചകന്മാർ മുഖേന യാഗപീഠത്തിന് അടിയിൽ നിന്ന് അവർ കരയുക, ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യണമേ. അതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? 2ാമത്തെ 3 വർഷക്കാലം അല്ലേ? അതിനു മുമ്പ് നിങ്ങളെപ്പോലെ മരിക്കാനിരിക്കുന്ന സഹോദരന്മാരും കൂടി വന്നു ചേരുവോളം ഇല്ലേ, അവരെ കൊണ്ടുപോകുവാൻ കർത്താവ് വീണ്ടും മേഘാരൂഢനായി വരും. മനസ്സിലാവുന്നുണ്ടോ? വരുമ്പോൾ ആ സമയത്താണ് 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, രക്തസാക്ഷികളായ കൈവിടപ്പെട്ടുപോയ സഭയുടെ ശേഷിപ്പുള്ളവൾ അവളെ ചേർപ്പാൻ വരുന്നു കർത്താവ്. 2, മറു സൈഡിൽ കർത്താവ് വരുമ്പോഴാണ് ഇവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുവരെ ഇവർക്ക് ഒരു ബോധവും ഇല്ല, സുബോധവും ഇല്ല. നമ്മളെപ്പോലെ ഒരു സുബോധവും ഇല്ല ഇല്ലേ? നമ്മളെല്ലാത്തിനും ആമേൻ പറയും. നിത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആമേൻ പറയും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ആമേൻ പറയും. നമ്മൾ മോശക്കാരൊന്നും അല്ലല്ലോ. അതിനർത്ഥം സുബോധം, ഇപ്പോഴും സുബോധം കിട്ടില്ല അർത്ഥം. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നെ എടുത്തോളാം. സുബോധത്തെക്കുറിച്ച് പിന്നീട് ഞാൻ എടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ 2 കാര്യം. ഒന്ന്, കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ, ഒന്ന് മരിച്ചുപോയ രക്തസാക്ഷികളായ കൂട്ടരെ ചേർക്കാൻ വരും. ആ സമയത്താണ് ഇവർ കുത്തിയങ്കവിലേക്ക് നോക്കുന്നത് അല്ലേ? കർത്താവ് ഇവരെ ചേർപ്പാൻ വരുമ്പോൾ ഇവർ കുത്തിവെങ്കിലേക്ക് നോക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങളുടെ തോറയിൽ അല്ലേ ഇങ്ങനെയില്ല. ആലയത്തിനകത്ത് കയറി ഇന്ന് അവനെ ആരാധിക്കുവാൻ ഞങ്ങളുടെ തോറയിൽ എഴുതിയിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ സമയത്താണ് സെഖര്യാവ് 12:10 മുതൽ 14 വരെ വായിക്കുമ്പോൾ ആ വാക്യം സമ്പൂർണമായി നടക്കാൻ പോകുന്നത് അപ്പോഴാണ്. എന്താ ആ വാക്യം? 10ാം വാക്യം എന്താ? ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. എപ്പോഴാത്? ഇപ്പോഴില്ല, ഇപ്പോഴൊന്നുമില്ല. അന്ന് കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോഴാണ് അല്ലേ? അത് നോക്കുന്ന എല്ലാവരും നോക്കത്തുമില്ല. എത്ര പേര് നോക്കും? 1,44,000. അവരെയാണ് ദൈവം മുദ്രയിടുന്നത് അല്ലേ? മുദ്രയിട്ട് അവർക്ക് ദൈവം എന്ത് കൊടുക്കുന്ന അറിയാമോ? ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അഴക്കും. അവർ കർത്താവിലേക്ക് നോക്കി നിലവിളിക്കും അല്ലേ? അവർ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. അപ്പോൾ കർത്താവ് അവരെ മുദ്രയിട്ട് അവരെ വേർതിരിക്കും. പക്ഷേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അങ്ങനെയൊന്നും കർത്താവ് ചുമ്മാ ഒന്നും കൊണ്ടുപോകത്തില്ല. അനുഭവിക്കണം കുറച്ച്. അത് നമ്മളാണെങ്കിൽ അനുഭവിച്ചിട്ടേ വിടത്തുള്ളൂ. നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പണ്ട് ചെയ്തു പോയ കുർത്തക്കേടിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ചെയ്യുന്നില്ലേ? ഇന്ന് ചെയ്യുന്ന തുടങ്ങിയിട്ടില്ല, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മളൊക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്ന് പലതും സംഭവിക്കുന്നത് കഴിഞ്ഞ നാൾ ചെയ്തു പോയത് ഇന്ന് ദൈവം നമ്മളെ ഇന്ന് പണിതുകൊണ്ടിരിക്കുക, ശിക്ഷിച്ച് ബാലശിക്ഷയോട് നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഞാനേ
പാപവും അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എടുത്തോളാം. വരുന്ന മിക്കവാറും അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ് ആരംഭിക്കും. പാപവും അതിൻ്റെ പരിണത ഫലം ആഴമായ ക്ലാസ്സാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് വിടുക. അപ്പോൾ നോക്കി, അവർ കുത്തിയവരിലേക്ക് നോക്കും, ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും എന്ന് താഴേക്ക് പറഞ്ഞു. എന്നിട്ട് ആദിജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെതികോ താഴ്വരയിൽ ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. എത്ര പേരുടെയാ? 1,40,000 പേര്. അതിൽ ദാൻ ഗോത്രവുമില്ല. അത് പറയാൻ കാര്യം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ദാൻ ഗോത്രമില്ല. എന്തുകൊണ്ട്? 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരു ഗോത്രത്തെ ദൈവം മാറ്റിവെച്ചു. വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ ദാൻ ഗോത്രം അവിടെ ഇല്ല. കണ്ടോ? അതിന് പറയും യോസേഫിന്റെ ഗോത്രത്തെ ദൈവം ആഡ് ചെയ്യുന്നത് കാണാൻ വഴി നമുക്ക്. ഞാൻ എന്തുവാകട്ടെ, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുക, അന്നാളിൽ മെതികോ താഴ്വര അല്ലേ, ആ മെതികോ താഴ്വരയിലാണ് അന്നത്തെ ഏറ്റവും വലിയ യുദ്ധം നടക്കാൻ പോകുന്നത്. ഓക്കെ, വിടുകയാ. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അവരുടെ സ്ത്രീജനവും അവരുടെ കുലം കുലമായി വിലപിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ. എപ്പോഴാ? അവർ കുത്തിവെങ്കിലേക്ക് നോക്കുമ്പോൾ. അവർ കർത്താവിനെ കാണും. അവർ കർത്താവിനെ കാണുമ്പോൾ നിലവിളിക്കുമ്പോഴാണ് ദൈവം അവർക്ക് മുദ്രയിട്ട് വേർപെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് യോഹന്നാൻ 19:37 പറയുന്നു, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നൊരു തിരുവെഴുത്തും പറയുന്നു. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്. ഇത് അപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ. നോക്കും. ആ സമയത്താണ് 1,40,000 പേരെ മുദ്രയിട്ട് അവർ സൂക്ഷിക്കുന്നത്. അന്ന് യഹൂദനെ സഹായിപ്പാൻ, ഈ 1,40,000 പേരെ സഹായിപ്പാൻ ജാതികളിൽ നിന്നൊരു കൂട്ടരുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും. ഒരു യഹൂദന്റെ തൊങ്ങലിൽ പിടിച്ച് 10 പേർ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഒരു യഹൂദനെ തൊങ്ങലിൽ പിടിച്ച് 10 പേർ അവർ 1000 ആണ്ടിലേക്ക് കടക്കുന്നതായി കാണാൻ കഴിയും. 1,40,000 ഇൻറ്റു 10 ജാതികൾ ഒരു യഹൂദനെ സഹായിക്കും. അവർ ആ നാളുകളിൽ യഹൂദനെ സൂക്ഷിക്കുന്നത് ഇവരായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, യഹൂദന്മാർ ഇത്രയും വർഷം ദൈവത്തെ അനുസരിക്കാതെ, വചനമനുസരിക്കാതെ അവരെ മനസ്സ് കുരുടായിപ്പോയി. പക്ഷേ ഒരു സെക്കൻഡിൽ കുത്തിയമെങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവം യാചനയുടെ ആത്മാവിനെ അഴക്കുമ്പോൾ അവർ മനസ്സാന്തരപ്പെടും. പക്ഷേ ചെയ്തു പോയത് അനുഭവിക്കണ്ടേ? നമുക്കും വേണ്ടേ? നിങ്ങൾക്ക് ആ മർമ്മം മനസ്സിലായിട്ടില്ലല്ലേ? എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ചെയ്തത് നീ എന്നെ ശിക്ഷിച്ച് തന്നെ നീ എന്നെ വിടണമെന്ന് എൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കേണ്ട, നിങ്ങളാരും പ്രാർത്ഥിക്കേണ്ട, ഞാൻ എൻ്റെ പറഞ്ഞതാണ്. കാരണം ഒരു ജാതീയ മക്കൾക്ക് വേണ്ട, ഈ എല്ലാ ആഴ്ചയിലും നമ്മൾ കർത്തൃമേശം വരുമ്പോൾ ജാതികളെ പോലെ ശിക്ഷാവധി അകപ്പെടാതിരിക്കേണ്ടതിന് അല്ലേ, നിങ്ങൾ തന്നെ വിധിപ്പിൻ എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തു ദൈവത്തിൻ്റെ മക്കളാ. ഒരു തെറ്റ് ചെയ്താൽ അതിനെന്തുണ്ട്? ശിക്ഷയുണ്ട്. എനിക്കിത് എത്രത്തോളം വെളിപ്പാടാകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാവുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇരിപ്പണിട്ട്. ദൈവം നീതിമാനാ, പിശാചിന്റെ മുമ്പിൽ നീതിമാനാ. ഈ വാക്കിന് ആടെ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം പിശാചിന്റെ മുമ്പിലും നീതിമാനാ. നോക്കിയേ, ചെയ്തു പോയ ശിക്ഷ, നമുക്ക് ശിക്ഷാവധി അവിടെ പോയിട്ടല്ല, ഇവിടെ വെച്ച. എനിക്ക് പേടിയാവുന്നുണ്ട് നിങ്ങളുടെ ഇരിപ്പണിട്ട്. കാരണം എൻ്റെ പ്രാർത്ഥന ഞാൻ പറയാം, കർത്താവ് ചെയ്തു പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. കർത്താവ് നീ എന്നെ ശിക്ഷിച്ച് നേരെയാക്കണം. കാരണം ശിക്ഷിക്കാത്തൊരൊറ്റ പാവം പോലും അവൻ്റെ വരവിൽ എൻ്റെ ജീവിതത്തിൽ കാണരുത്. കട്ടിയ ഉപദേശമാണല്ലേ. ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ജാതികളെ മുമ്പിൽ, പിശാചിനെ മുമ്പിൽ ദൈവം നീതിമാനാ. നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ അത്ര വലിയ സാധനങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ദൈവം ശിക്ഷിച്ച് നേരെയാക്കുക. അവിടെ പോയിട്ടില്ല നമ്മുടെ ശിക്ഷ. നമ്മുടെ ശിക്ഷാവിധി ഇവിടെ വെച്ചാ, ഇവിടെ ഇരിക്കുമ്പോൾ. ഇനി പറയാൻ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല, ഒരു വഴിയില്ല. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവൻ പറയും, കർത്താവേ നീ എന്നെ ശിക്ഷിച്ച് നേരെയാക്കണം. നീ ശിക്ഷിക്കാത്ത ഒരു തെറ്റ് പോലും ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണരുത്. കാരണം ഏത് നിമിഷവും കർത്താവ് വരുമ്പോൾ ഞാൻ അനുഭവിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പോയില്ലേ? വിചാരിക്കും അവൻ അനുഭവിച്ചതിന് ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്ന് പറയണ്ടേ? പിന്നെ അന്ന് ഒരു എന്താ പറയുക, യോശുവിനെ പോലത്തെ വസ്ത്രമൊക്കെ മാറി ഉടുപ്പിക്കുന്നത് പോലെയൊക്കെ ഉടുപ്പിക്കേണ്ടി വരും ദൈവം നമ്മളേക്ക്. മനസ്സിലായില്ലേ? മനസ്സിലാകണ്ട. ഓക്കെ, വിടുകയാ. നമുക്കിത് മാത്രം ഒതുങ്ങി കഴിയില്ലേ? എല്ലാം കൂടി തലക്ക് കയറിയ ഭ്രാന്ത് പിടിക്കും നമുക്ക്.
ഇപ്പൊ എന്തുവാകട്ടെ, അവർ കുത്തിവെങ്കിലേക്ക് നോക്കി അവർ വിലപിക്കുമ്പോൾ ദൈവം 1,40,000 പേരെ മുദ്രയിട്ട് ദൈവം അവരെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവരാണ് രണ്ടാമത്തെ 3.5 വർഷക്കാലം. അതിന്റെ പേരെന്താ? വേറെ പേരെന്താ രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിന്? യഹോവയുടെ പ്രതികാലകാലം, യാക്കോബിന്റെ കഷ്ടകാലം, ഇല്ലേ? ആ കഷ്ടകാലത്തിൽ കൂടി ഇവർ കടന്നു പോവുകയാണ്. ഇവർ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഈ 3.5 വർഷക്കാലം അനുഭവിക്കും. ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങള്. ഒരു കാലമല്ലേ ഈ പറഞ്ഞേ? കണക്കടക്കല്ലേ? എന്ന് കേക്ക്, ശ്രദ്ധയോടെ കേക്ക് എല്ലാവരും. ഓക്കെ, അതുകൊണ്ടാ ഇപ്പോൾ മനസ്സിലായോ യാക്കോബിന്റെ കഷ്ടകാലത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വാക്യമുണ്ട് ബൈബിളിൽ, യാക്കോബിന്റെ കഷ്ടകാലം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇനി കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവർ മാനസാന്തരപ്പെടുമ്പോൾ അതിനവർ അനുഭവിക്കണം. അതുകൊണ്ടാ യാക്കോബിന്റെ കഷ്ടകാലം. അതിൽ കൂടി കടന്നിട്ടാണ് ഇവർ 1000 ആണ്ടിലേക്ക് കയറുന്നത്. അങ്ങനെയൊന്നും നമ്മളെയൊക്കെ പാപത്തിൽ ചെയ്തു പോയി വെള്ളത്തിൽ മുക്കിയിട്ട് ആക്കണ പരിപാടിയല്ലേ ഇത്. ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ ഖുർആനിലും ക്രിസ്ത്യാനികളുടെ കത്തോലിക്കാരുടെ ബൈബിളൊക്കെ എഴുതി വെച്ച പോലെ നമ്മളെയൊക്കെ പാപത്തിൽ ജീവിച്ച് മരിച്ചാലും കുട്ടി തലകത്തിൽ കൊണ്ടിട്ട് നമ്മളെയൊക്കെ അല്ലേ എന്നത് ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾ പറയുന്ന പോലെ ഹൂറികളുടെ കന്യകമാരുടെ കല്യാണം കഴിപ്പിച്ച് സ്വർഗത്തിൽ കയറ്റിവിടുമെന്നൊക്കെ അവർ വിശ്വസിക്കുന്നത്. ആ പരിപാടി നീ ഇപ്പോൾ ഇവിടെ ഇല്ല. ചെയ്തവൻ അനുഭവിച്ച് തന്നെ പോണം. എനിക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഇത് പറഞ്ഞു പോകുകയുള്ളൂ. 1-2 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അവർ സെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല. എത്ര മനസ്സിലായല്ലേ? അപ്പോൾ രണ്ടാമത്തെ 3.5 വർഷക്കാലം കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ ഒരു സൈഡിൽ അവരുടെ രക്തസാക്ഷികളായ ചേർത്തോണ്ട് പോകും, മറു സൈഡിൽ ആ കുത്തിയവങ്കിലേക്ക് നോക്കിയവർ 1,40,000 പേരെ കർത്താവ് മുദ്രയിട്ട് വേർതിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അവർ 3.5 വർഷക്കാലം കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുക. അതുകൊണ്ടാ യാക്കോബിന്റെ കഷ്ടകാലം. ഇപ്പൊ ഓർത്താ മതി, നമുക്കൊക്കെ ചില സമയങ്ങളിൽ ഇതുപോലത്തെ അനുഭവം ഉണ്ട്. എന്നിട്ടും പഠിക്കില്ല, അത് വേറെ കാര്യം. എന്നിട്ടും പഠിക്കില്ല നമ്മളൊക്കെ അല്ലേ. ഈ തീയിൽ കൂടി കിടത്തി വിട്ടാലും പറയും, വെളിപ്പാട് ദിവസം പറയുന്ന പോലെ അവർ എന്നിട്ടും അവരുടെ കൈപ്പണി വിട്ട് മാറിയില്ല. വെളിപ്പാട് ദിവസം എഴുതിയിരിക്കുക, എന്നിട്ടും അവർ കൈപ്പണി വിട്ട് മാറിയില്ല. ഇടക്കിടക്ക് ഞാനും ഓർക്കും, എന്നെപ്പോലൊക്കെ ദൈവം എനിക്ക് പലപ്പോഴും നമ്മളും മനസ്സന്തരപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാനത് ഇന്നിത് പറയാൻ പോയി ഒരുപാട് ചരിത്രം ഹിസ്റ്ററി കൂടെ കടന്നു പോകേണ്ടി വരും നമുക്ക്. ഓക്കെ, ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ വെളിപ്പാട് ദിവസം 7-ാം അധ്യായം 3-8 വരെ പഠിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ അവൻ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ കർത്താവ് തൻ്റെ ഇസ്രായേൽ മക്കൾ യഹൂദന്മാരുടെ തലയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ, ഇവിടെയൊന്നും അല്ല, എനിക്കറിയത്തില്ല, മുദ്രയിടുന്നത് വരെ പിന്നീട് ഒരു കഷ്ടകാലം അല്ലേ, അടുത്ത കാഹളം പൊട്ടത്തില്ല. 7-ാമത്തെ കലശം കാഹളം പൊട്ടത്തില്ല. കാരണം അത് കഴിഞ്ഞിട്ട് വേണം യഹോവയുടെ പ്രതികാലം ആരംഭിക്കുവാൻ. അതുവരെ ഒന്നിനും എന്തില്ല, ഒരു അല്പം പോലും കേടുവരുത്തുന്നു പറയുക. എന്നിട്ടാണ് മുദ്രയേറ്റവരുടെ എണ്ണം കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും മുദ്രയേറ്റവർ 144,000 പേർ. താഴേക്ക് പഠിക്കുമ്പോൾ എല്ലാ ഗോത്രത്തെക്കുറിച്ചും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ദാൻ ഗോത്രത്തെക്കുറിച്ച് മാത്രം കാണാൻ കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെന്താണെന്നൊക്കെ വേറെ അതൊക്കെ അറിയണമെങ്കിൽ പഴയ ഹിസ്റ്ററി മൊത്തം എടുത്ത് പഠിക്കേണ്ടി വരും. എന്നിട്ട് പിന്നീടാണ് ഈ ഭൂമിയിൽ അടുത്ത 3.5 വർഷക്കാലം, അതിൻ്റെ പേര് മഹാകഷ്ടകാലം, യഹോവയുടെ പ്രതികാലകാലം, യാക്കോബിന്റെ കഷ്ടകാലം, മറ്റു വ്യക്തി പറഞ്ഞാൽ ഹെർമഗദോൻ യുദ്ധം അല്ലെങ്കിൽ 3rd വേൾഡ് വാർ. ഇതെല്ലാം ആരംഭിക്കുന്നത് ഈ സമയത്താണ്. മൗനമായിട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ 3-4 ഹോമം 5ഉം കഴിഞ്ഞിരിക്കുക ഇപ്പോൾ. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല നമുക്ക്. അതിനുശേഷമാണ് ഇതിനോട് ജസ്റ്റ് നമ്മൾ പറഞ്ഞ 5 മിനിറ്റ് എടുത്ത് ഇതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. അതിന് രണ്ടാമത്തെ 3 വർഷക്കാലം മുഴുവനും അവിടെ ഒന്നും സംഭവിക്കില്ല, യഹോവയുടെ പ്രതികാലകാലമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന നാളുകൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എടുക്കാം, പഠിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. അതിൻ്റെ ഒടുവിലാണ് 3rd വേൾഡ് വാറിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് അല്ലേ. വെളിപ്പാട് 16-ാം അധ്യായം 12 മുതൽ 16 വരെ പഠിക്കുമ്പോൾ 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുന്ന് വരുന്ന അല്ലേ രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കിഴക്കുന്ന് വരുന്ന ആരൊക്കെയാണെന്നറിയാമോ? ഏഷ്യൻ കൺട്രീസ്. ആരൊക്കെ ഏഷ്യൻ കൺട്രീസ്? ഇന്ത്യ, ചൈന,
പാകിസ്ഥാൻ, വിയറ്റ്നാം, അല്ലേ? ഇവിടെ നിന്ന് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെ അതിൽ കൂടി ഇപ്പോൾ ഒരു വഴി ഒരു 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 റോഡ് പണിത്, ഹൈവേ പണിതിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, എൻ്റെ നെറ്റിലുണ്ട്, എവിടെയോ കിടക്കുന്നുണ്ട്. റോഡ് പണിതിരിക്കുക. അത് പോയി നിൽക്കുക എവിടെ നിന്നറിയാമോ? യൂഫ്രട്ടീസ് നദിയുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ പണി കഴിഞ്ഞിരിക്കുക, അതിൻ്റെയൊക്കെ എല്ലാം പണി കഴിഞ്ഞിരിക്കുക. ഇനി കർത്താവ് ഈ യൂഫ്രട്ടീസ് നദി വറ്റിക്കും. എപ്പോഴാണ് വറ്റിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ പകുതിയിൽ. അപ്പോഴാണ് കിഴക്ക് നിന്ന് എത്ര കോടിയാ? 20 കോടി സൈന്യങ്ങൾ. 9:7 പറയുക, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000. എത്രയാ? ഞാൻ കണക്ക് സാറ് മത്തായി സാറല്ല, എന്നാലും പറ. സംഖ്യ 10,000 മടങ്ങ് 20,000 എത്രയാ? 20 കോടി. നീ വീട്ടിൽ പോയി ഇങ്ങനെ കാണിച്ച് വേണ്ട, ഒന്നും പിടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. 20 കോടി സൈന്യങ്ങൾ കിഴക്ക് നിന്ന്, ഏഷ്യൻ കൺട്രീസിൽ നിന്ന് ഈ പറഞ്ഞ പുതിയ ഹൈവേ കൂടി പോകും. എവിടെ വരെ പോകും? യൂഫ്രട്ടീസ് നദി വരെ. ആ സമയത്ത് ദൈവം ഒരു പണി ചെയ്യും. ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ പകുതിയിൽ, അല്ലേ? അല്ല, എവിടെയാ? അവിടെ സംഭവിക്കാൻ പോകും. ആ സമയത്ത് യൂഫ്രട്ടീസ് നദി ദൈവം വറ്റിക്കും. ചെങ്കടൽ വറ്റിച്ചതുപോലെ അന്ന് വറ്റിച്ചിട്ട് 20 കോടി സൈന്യങ്ങൾ അപ്പുറം കടക്കും. എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേലിലേക്ക് കടക്കും. അവിടെയാണ് മെദിഗോ താഴ്വര, ഹെർമഗയോൻ യുദ്ധം നടക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ആ താഴ്വരയിൽ വെച്ച് അവിടെയാണ് കുതിരയുടെ കടിവാളോളം രക്തം പൊങ്ങി എന്ന് പറഞ്ഞാൽ ഇത്രം പേരുടെ ചോരയല്ലേ ഒഴുകുന്നത്. ഇസ്രായേൽ നേരെ കൈ ഓങ്ങിയാൽ ദൈവം വെട്ടിയിരിക്കും. അതത്ര വലിയ ഗവൺമെന്റ് ആണെങ്കിലും പിടുത്തം കിട്ടിക്കാണും. ഇല്ല, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ. ആറാമത്തെ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി, അല്ലേ? മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചന്റെ വായിൽ നിന്ന് തവളെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ പോലെ സർവശക്തനായ ദൈവത്തിന് മഹാദിവസത്തിലെ യുദ്ധത്തിനെ കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. എന്നിട്ട് പറയാ, ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കും. അതിൻ്റെ പേര് മെദിഗോ താഴ്വര എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് തേർഡ് വേൾഡ് വാറിന് വേണ്ടി എല്ലാ 20 കോടി സൈന്യങ്ങളെയും കൂട്ടിച്ചേർക്കും, അല്ലേ? എന്നിട്ട് നോക്കിയേ, അവിടെ 9:17 പറയുക, കുതിരപ്പടയുടെ സംഖ്യ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ 3.5 വർഷക്കാലം, അല്ലേ? അതിന് ഒടുവിലാണ് കർത്താവ് കളയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നമുക്ക് കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് പറഞ്ഞാൽ 20 കോടി എന്ന് ഞാൻ കേട്ടു. അത്രയും പേർ കിഴക്ക് നിന്ന് പോകുകയാ. നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ്, ചൈനയിലെ പ്രധാനമന്ത്രി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ 20 കോടി സൈന്യങ്ങൾ നിർത്തി നിർത്തുമെന്ന്. ആ തമാശക്ക് പറഞ്ഞൊന്നുമല്ല, ഈ പുസ്തകത്തിലുള്ളത് പറഞ്ഞതാ പുള്ളി. ഈയിടക്ക് സംഭവിച്ച ഒരു 2 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഒരു ന്യൂസ് വന്നതാ. അപ്പോൾ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും ദർശനത്തിൽ കണ്ടത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ദർശനം കാണുകയാണ്. ഇത് ആത്മാവിൽ വിവേചിക്കേണ്ടതാണേ, ഇത് ആത്മാവിൽ വിവേചിക്കേണ്ട കാര്യമാണ്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നോക്കിയേ, ദർശനത്തിൽ കണ്ടത്, എന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമുള്ളായ കവചമുണ്ടായിരുന്നു. എന്നിട്ട് പറയാ, കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരയുടെ ശക്തി വായിലും ആയിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതായിരുന്നു. ഈ വാക്യം ആത്മാവിൽ കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ ആ പുള്ളിക്കൊന്നും മനസ്സിലായി കാണത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് കർത്താവ് യോഹന്നാൻ ദർശനം കൊടുക്കുമ്പോൾ ഞാൻ ഓർക്ക്, എൻ്റെ ദൈവമേ, അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തേർഡ് വേൾഡ് വാർ നടക്കുന്ന പുള്ളി കണ്ടുകൊണ്ടിരിക്കുക. എന്നോടുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. യോഹന്നാൻ ദർശനം കൊടുക്കുക, തേർഡ് വേൾഡ് വാർ സംഭവിക്കുന്ന ദർശനം. ഇതൊക്കെ ഇതിനാണല്ലോ ഇതുവരെ കണ്ടത് മുഴുവനും അതാ, ഇല്ലേ? കാണിക്കുമ്പോൾ നോക്കിയേ, ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ യോഹന്നാൻ എഴുതിക്കൊണ്ടിരിക്കുക. യോഹന്നാൻ എന്ത് മനസ്സിലാവും? വായിൽ നിന്നും തീ വരുന്നു, പുക വരുന്നു. 3 ആത്മാക്കൾ. എന്തൊക്കെയാ? തീ, പുക, ഗന്ധം. ഈ 3 ബാധകൾ കൊണ്ട് അനേകം ചത്തുപോകുന്നു. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക.
യോഹന്നാൻ അതിൽ കൂടെ അറിയില്ലല്ലോ, കാരണം പുക ചുറ്റുന്നു. യോഹന്നാൻ എഴുതി വെച്ചു, ഒരു സിംഹത്തെ പോലെ ഇരിക്കുന്നു, കുതിരയുടെ തല പോലെ, സിംഹത്തിന്റെ തല പോലേക്ക് ഒരു സാധനം ഇരിക്കുന്നു, അതോടെ പൊട്ടുന്നുണ്ട്, വായിൽ നിന്ന് തീ വരുന്നുണ്ട്. സത്യത്തിൽ ഇത് നമുക്ക് മനസ്സിലായി, അത് മറ്റൊന്നുമല്ല, ഈ സാധനമാണ്. ഏതാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയും ഞാൻ പറഞ്ഞ വേസ്റ്റായ. യോഹന്നാൻ അദ്ദേഹം ആത്മാവിൽ എഴുതി വെച്ചു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ലോകം വളർന്നപ്പോൾ അറിയാം. ഏതാണെന്ന് അറിയാമോ? പീരങ്കിയ, വാലിലും തീ കൊടുക്കും, സിംഹത്തെ തല പോലെ റൗണ്ടൊക്കെ അല്ലേ. ഞാൻ കുറെ തപ്പി നോക്കി, കിട്ടിയില്ല എനിക്കത്. ഞാൻ എടുത്തോളാം. തുപ്പിക്കൊണ്ടിരിക്കുക. ഈ 3 ബാധയാൽ ജനങ്ങളൊക്കെ മരിച്ചു വീഴുകയാ. നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എത്ര മനോഹരമാണെന്നറിയാമോ? അത് ആത്മാവിലൊന്ന് വിവേചിച്ചാൽ മതി നമ്മളൊന്നൊക്കെ. പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ ഇപ്പോൾ നമുക്കറിയാം നമുക്കിതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു. ഇതെന്ത് സാധനമാ? ഈ ഒരു സാധനം പൊട്ടിക്കുന്ന പരിപാടിയാണ് 9-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. പുള്ളിയെ കൊണ്ട് പറ്റിയില്ല. പുള്ളിയൊക്കെ നോക്കിയപ്പോൾ എന്തറിയാമോ? എന്താ ആ വാലിൽ കൂടി ദർശനത്തിൽ കണ്ടത് തീ നിറവും രക്തനിറവും ഗന്ധകവർണ്ണവുമുള്ള കവചമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. കുതിരയുടെ തല പോലെ സാധനം ഇരിക്കുന്നു, സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും വരികയാ. എന്നിട്ട് പറയാ വാലിലും തീയുണ്ട്. ആ 3 ബാധ നമ്മൾ പറയും അത് പിശാചൊക്കെ എന്ന് പറയും. പിശാചൊന്നുമല്ല, അത് ബോംബ് പൊട്ട്. ഇവിടെ സാധനം വെക്കും, ഇവിടെ തീ കൊടുക്കും, പെടേന്ന് ഒരു പൊട്ടിച്ചെന്ന പരിപാടിയാണ് ഈ സാധനം. ആ സാധനം പീരങ്കിയ. ഇത്ര മനോഹരമായിട്ടാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു അടുത്ത 3 വർഷക്കാലത്തെ പകുതി അല്ലേ. അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ മനോഹരമായ ചെയ്യുക. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് 2ാമത്തെ 3.5 വർഷക്കാലത്തിൽ ഒടുവിൽ വന്ന് നിൽക്കുക ആണല്ലോ. നിത്യത മുതൽ നിത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ 3 വർഷക്കാലം കഴിഞ്ഞു. ഇസ്രായേൽ മക്കളെ മുദ്രയിട്ടു. 2ാമത്തെ 3.5 വർഷക്കാലം മുഴുവൻ യുദ്ധമാണ്. യഹോവയുടെ പ്രതികാലകാലം, യാക്കോബിന്റെ കഷ്ടകാലം, രക്ഷിക്കപ്പെട്ട യാക്കോബിന്റെ കഷ്ടകാലം. അവർക്ക് മാനസാന്തരം കിട്ടാൻ വേണ്ടിയാ, നിർമ്മലീകരിക്കാൻ വേണ്ടിയാ. നമ്മളെ ഇതുപോലെ കഷ്ടത്തിൽ കൂടി വിടുന്നത് നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് കഷ്ടങ്ങളെന്ന് പറഞ്ഞ് പേരിടാതെ അത് അനുഗ്രഹമെന്ന് പേരിട്ട വിളിച്ചാൽ മതി. നമ്മളെ പണിയാൻ വേണ്ടിയാ. അതിൻ്റെ ഒടുവിൽ 3rd വേൾഡ് വാർ സംഭവിക്കും. ന്യൂക്ലിയർ ബോംബ് പൊട്ടും, ഇതുപോലെ പീരങ്കിയൊക്കെ പൊട്ടും, ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമുക്കിത് ഇത്ര അവസാനിപ്പിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ചിന്തിക്കാം.